എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1786 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ മധുസൂദന പണിക്കർ സാറാണ്. അദ്ദേഹം നിരവധി ക്ലാസ്സുകൾ നമുക്ക് ഇതിനകം എടുത്തിട്ടുണ്ട്. ഇന്ന് നല്ലൊരു വിഷയവുമായാണ് സാർ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ സാറിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മധുസൂദന പണിക്കർ സാറ് ഗവൺമെന്റ് സർവീസിൽ നിന്നും ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത വ്യക്തിത്വമാണ്. അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ കാട്ടൂർ എന്ന സ്ഥലത്ത് SN ഹോമിയോ ഹോസ്പിറ്റൽ നടത്തുന്നു. റെയർ മെഡിസിൻ കൊണ്ട് മിറക്കിൾസ് കാഴ്ചവെക്കുന്ന ഡോക്ടർ കൂടിയാണ് നമ്മുടെ മധുസൂദന പണിക്കർ സാറ്. ഇന്ന് നമുക്കായി പ്രസന്റ് ചെയ്യുന്ന വിഷയം ബവൽ നോസോഡ്സും അസറ്റാനിലിഡം എന്ന മെഡിസിനെ കുറിച്ചും അതിൻ്റെ ഒരു പഠനം ആണ് സാർ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കും. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെയും ആദരപൂർവ്വവും സാറിനെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറേ, ക്ലാസ് തുടങ്ങാം. സാറ് മ്യൂട്ടാണോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ, സാറിനെ കോ ഹോസ്റ്റ് ആക്കാം. ശൈല ഡോക്ടർ പറഞ്ഞതുപോലെ റെയർ മെഡിസിൻ കൊണ്ട് അത്ഭുതങ്ങള് എല്ലാ കേസിലും വരത്തില്ല. പക്ഷെ എനിക്ക് അനുഭവത്തിയായിട്ടുള്ള കുറച്ച് നല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്ന റെയർ മെഡിസിൻസ് കൊച്ചുകാലം തൊട്ട് തന്നെ ഞാൻ റെയർ മെഡിസിൻസ് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ചില അത്യാവശ്യ കാര്യങ്ങളിൽ അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. നിങ്ങളുമായിട്ട് സ്പെയർ ചെയ്യുകയാണ്. അപ്പൊ ഈ അസറ്റനാലിഡിയം പ്രൂവ് ചെയ്ത അവസരത്തില് സാമുൽ ഹനുമാൻ പ്രൂവ് ചെയ്ത മെഡിസിനാണ്. അതിന്റെ ഏറ്റവും വലിയ വിശാലമായ ആക്ഷൻ ഫണ്ടമെന്റലി ഇത് അനുഭവിക്കാനും അത് പഠിക്കാനും അത് കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം വന്നത് എൻ്റെ അടുത്ത് ഒരു ലൂക്കീമിയ കേസ് വന്നപ്പോൾ എല്ലാവരും തഴഞ്ഞ് കാരിത്താസിന്നും ഒക്കെ സിംഗിങ് സ്റ്റേജ് ആയിട്ട് വിട്ടു. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമായിട്ട് അദ്ദേഹത്തിന്റെ മകൻ, ഒരു മകൻ ഡോക്ടറാണ്, അദ്ദേഹം പീഡിയാട്രീഷ്യനാണ്, മറ്റു രണ്ടുപേര് വക്കീലാണ്. അപ്പൊ അവര് 3 പേരും കൂടെ എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു ഇങ്ങനെയുള്ള കേസൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതിനകത്ത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, സാറാപ്പ് ഹിസ്റ്റോപതയോളജിക്കൽ റിപ്പോർട്ടൊക്കെ തരാൻ പറഞ്ഞപ്പോഴേ അദ്ദേഹത്തിന്റെ അമ്മയുടെ പ്രശ്നം ഫണ്ടമെന്റലി ബോൺ മാരോയിൽ നിന്ന് RBC ജനസിസ് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ഡിസ്ട്രക്ട് ചെയ്ത് പോകുന്നു. ഇപ്പം ഡിസ്ട്രക്ട് ചെയ്ത് പോകുന്നത് കൊണ്ട് സ്റ്റോറേജ് ഓഫ് സ്പ്ലീനിൽ സ്റ്റോറേജും സിന്തസിസും ഉണ്ടാകുന്നില്ല, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകുന്നില്ല. ബൈ ഒരു അൺപ്രോപ്പോർഷനേറ്റ് ആയിട്ടുള്ള RBC ഡിസ്ട്രക്ഷൻ വരുന്നു. ബേസിക് ആയിട്ടുള്ള WBC RBC ബാലൻസ് പോകുന്നു. ഭയങ്കര സിവിയർ അനീമിയ വരുന്നു. പാലാർ, അതിൻ്റെ കൂടെയുള്ള ക്ഷീണം. അത് ഒരു 1.5 കൊല്ലമായിട്ട് കീമോ കൊടുത്തു. കീമോയുടെ ടാബ്ലറ്റ് റേഡിയേഷൻ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മയ്ക്ക് 78 വയസ്സുണ്ട്. ഒരുവിധ ഹെൽത്തി ആയിരുന്നു, നല്ലപോലെ നടക്കുകയാണ്. അനുഭവം ഉണ്ടായത് ഒരു ഫേമസ് ക്രിസ്ത്യൻ ഫാമിലിയുടെ അമ്മയാണ്. നമ്മള് അതിനകത്ത് കണ്ട ഒരു കാര്യം വളരെ വൃത്തിയായിട്ട് ഹിസ്റ്റോപതോളജിയിൽ വരുന്നുണ്ട്. RBC ഡിസ്ട്രക്ഷൻ ലീഡിങ്സ് ടു അനീമിയ, ദർബൈ ദ ഫർദർ കോൺസിക്വൻസ്. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ സാധ്യത അസറ്റാനോളിലും പോയിസണിങ്ങിൽ കാണുന്നത് ഈ ബോൺ മാരോയിലെ ഡിസ്ട്രക്ഷൻ, RBC പ്രൊഡക്ഷനിലുള്ള ഡിസ്ട്രക്ഷൻ, അത് ബോഡി കുറച്ച് നാൾ വരുമ്പോഴുള്ള ഇംപ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ബ്ലഡിന്റെ അവസ്ഥ, പ്ലേറ്റ്ലെറ്റ്സ് കൊണ്ടുള്ള കാര്യങ്ങൾ കുറയുക, WBC RBC കോമ്പിനേഷൻ പോവുക, NIRന്റെ സ്ഥിതി മാറുക, ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാകുക, എപ്പറ്റോമിഗാലി, സ്പ്ലീനോമിഗാലി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ എല്ലാമായിട്ടാണ് നമ്മളുടെ അടുത്ത് ഈ അമ്മയെ കൊണ്ടുവരുന്നത്. അപ്പം ഈ പ്രൂവിങ്ങിൽ കാണുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ
RBC അൺപ്രൊപ്പോർഷണേറ്റ് കുറയുന്നു, ലീഡിങ് ടു അനീമിയ ഉണ്ടാകുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓറിയന്റേഷൻ ഡിഫിക്കൽറ്റി വരുന്നുണ്ട്. ഓറിയന്റേഷൻ നമ്മൾ മക്കളെ കണ്ടാൽ തിരിച്ചറിയാതെ വരിക, സമയം അറിയാതെ വരിക, രാവിലെ ഫുഡ് കഴിച്ചാലും അറിയാതെ വരിക, അതാണ്. പിന്നെ അമ്മയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻസ് റീനൽ ഫെയിലുവർ ഉണ്ടായിട്ട് അസറ്റോനൂറിയ വന്നു, ബ്ലഡ് അസറ്റോൺ കൂടി. അതിനുള്ള മെഡിക്കേഷനൊക്കെ അപ്പോൾ ചെയ്ത് എല്ലാം ഒരു ഹൈപ്പോസ്റ്റേറ്റ. ഹീമോഗ്ലോബിൻ കുറഞ്ഞു, പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു, അനീമിയ ആയി, അത് സോഡിയം കുറയുന്നു, ആൽബമിനൂറിയ ഉണ്ട്, കുറച്ച് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലറിന്റെ കുറെ ലക്ഷണങ്ങളുണ്ട്, സൈനോസിസ് ഉണ്ട്, പാൽപിറ്റേഷൻ ഉണ്ട്, ഡിസ്നിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഈ ഹൈപ്പോ സ്റ്റാറ്റസ് ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വീട്ടിൽ വിടുക. അപ്പൊ അതിനകത്ത് ഒരു വലിയ സ്കോപ്പ് ഡോക്ടർമാരും പറയുന്നില്ല. അങ്ങനെയാണ് ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിൽ നമ്മുടെ അടുത്ത് തിരക്കി വന്നത്. ഇപ്പം ഞാൻ പഠിച്ചത്രയും എനിക്കൊരു സ്കോപ്പായിട്ട് തോന്നുന്നത് അസറ്റാനിൽഡിയോ. അസറ്റാനിൽഡിയത്തിന്റെ പതോളജി പറയുന്നത് അങ്ങനെയാണ്. ഇപ്പം രാജൻ ശങ്കറിന്റെയും ഗോർക്കിലും അല്ലാതുള്ള ബാനർജി ഗ്രൂപ്പിന്റെ സ്റ്റഡിയിലും ഒക്കെ റെയർ മെഡിസിൻ വളരെ വിശദമായിട്ട് ഞാൻ നേരത്തെ അത് പഠിച്ച് കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് അസറ്റാനിൽഡിയം സ്ട്രൈക്ക് ചെയ്തെന്നുള്ളത്. അതിൻ്റെ എല്ലാം മെഡിസിനും ഉണ്ടായിരുന്നു. അപ്പൊ അസറ്റാനിൽഡിയത്തിന്റെ സാറേ മ്യൂട്ടായി പോയി സാറ്, വീണ്ടും ഒന്ന് സാറേ മ്യൂട്ടായി പോയി, വീണ്ടും മ്യൂട്ടായി പോയല്ലോ, എന്ത് പറ്റി? കൂടെ മ്യൂട്ടായി പോയി സാറ്, മ്യൂട്ടാണ് സാറേ. സാറേ മ്യൂട്ടായി പോയി. ഇപ്പൊ റെഡിയായി. ഇപ്പൊ റെഡിയായി. റെഡിയായി. ഓക്കെ. അപ്പം ഇതിനകത്ത് അവർക്ക് ഡെവലപ്പ് ചെയ്ത സിംറ്റംസ് അസറ്റാനൂറിയ വന്ന്, ആൽബമിനൂറിയ വന്ന്, അതെല്ലാം അപ്പൊ അൺകോൺഷ്യസ് ആകും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ഒരു വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. പിന്നെ ഫീവർ സ്ലൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാതെ തന്നെ ഫെബ്രൈൽ ഫിറ്റ് ഉണ്ടാകുന്നു. അതാണ് അസറ്റാനിൽഡിയത്തിന്റെ ഒരു സിംറ്റം ആണ്. അപ്പൊ നമ്മള് ഫെബ്രൈൽ ഫിറ്റ് ഉണ്ടാകുന്ന കുട്ടികളിൽ ഏതെങ്കിലും ഒരു ബ്രെയിൻ ഡിസീസിന്റെ ഹിസ്റ്ററിയോ, സ്ട്രോക്ക് ഹിസ്റ്ററിയോ, സ്ട്രോക്ക് പോലുള്ള വലിയ ഒരു ഇഞ്ചുറീസ്, റോഡ് ആക്സിഡന്റ് പോലുള്ള ഹിസ്റ്ററിയോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ പ്രഗ്നൻസിയിലോ ഡെലിവറി സമയത്തോ അനോക്സീമിയ, ബ്രെയിൻ കൺജഷൻ കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാവുന്ന കൊടുക്കാവുന്ന ഒരു മെഡിസിൻ അസറ്റാനിൽഡിയം. ഞാൻ 0.3 കൊടുക്കുന്നത്, 3x നല്ലതാണ്. ഇപ്പൊ 0.3യുടെ ഒരു 10 പൊടി കൊടുത്തിട്ട് പനി തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ പനി കൂടുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ കൊടുക്കാൻ പറഞ്ഞാൽ ഈ ഫെബ്രൈൽ ഫിറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് അസറ്റാനിൽഡിയന്റെ ചിൽഡ്രൻസിലെ ഏറ്റവും വലിയ ഹീറ്റ് വിത്ത് സ്പാസ്. അതാണ് അതിന്റെ തെറാപ്പറ്റിക് ഇൻഡെക്സ്. 2, ഈ കൺസ്ട്രക്ഷൻ ഉള്ളപ്പം, ഡിസ്ട്രക്ഷൻ ഉണ്ടായി കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്ന സ്പാസമാണ് ഇതിന്റെ രണ്ടാമത്തെ ഒരു സിംറ്റം. അപ്പൊ എവിടെ മസ്കുലേച്ചറിൽ സ്പാസം ഉണ്ടാകുന്നു അവിടെ ന്യൂട്രീഷണൽ ഇംബാലൻസ് വരുന്നു, ഓക്സിജൻ, സോഡിയം, പൊട്ടാസ്യം എല്ലാം കുറയുന്നു. ദെയർബൈ മസ്കുലർ സ്പാസം കൂടുതലായിട്ട് വരുന്നു. അതുകൊണ്ടാണ് ലോക്കോമോട്ടർ അറ്റാക്സിയയിലൊക്കെ അത്തരം കേസസിൽ ഒരു ഫുൾഗറേറ്റിംഗ് പെയിൻ എന്നാ പറയുന്നത്. ഫുൾഗറേറ്റിംഗ് പെയിൻ, അൺബിയറബിൾ ആയിട്ട് പേഷ്യന്റ് കരഞ്ഞു പോകും, വിങ്ങി പൊട്ടുന്ന പോലുള്ള അതിഭയങ്കരമായിട്ട് വേദന ഈ മസ്കുലാർ സ്പാസം കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ നമുക്ക് ഈ അസറ്റാനിൽഡിയം 3x ട്രൈച്ചുറേഷൻ വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് പെയിൻ നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ലോക്കോമോട്ടോർ അറ്റാക്സിയുള്ള കേസിൽ, പാരാലിസിസ് ഒക്കെ ഉള്ള കേസസിൽ സ്പാസം വന്നിട്ട് നടക്കാൻ പറ്റാത്ത സ്ഥലത്ത് നൈറ്റ് പെയിൻ, പാരാലിസിസ് കഴിഞ്ഞാൽ പ്ലംബോ അസറ്റേറ്റും അസറ്റിക്കവും, പാരാലിസിസിന് മുമ്പ് അസറ്റാനിൽഡിയം ആണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പാലിയേറ്റീവ് മെഡിസിൻ. ദെൻ അതുപോലെ തന്നെ സ്പാസം കൊണ്ടുണ്ടാകുന്ന ഹെഡേക്ക്, വാസ്കുലാരിറ്റി ഡിസ്റ്റർബ്, സ്ട്രോക്ക് വിത്ത് ഹെഡേക്ക്,
ബ്രെയിൻ ട്യൂമർ വിത്ത് ഹെഡേക്ക്, മെനിഞ്ചൈറ്റിസ് വിത്ത് ഹെഡേക്ക്, കൺകഷൻ വിത്ത് ഹെഡേക്ക്, കൺജഷൻ വിത്ത് ഹെഡേക്ക്, ഇതെല്ലാം ഇമോഷണൽ ഡിസ്റ്റർബൻസ് കൊണ്ടുണ്ടാകുന്ന കൺജസ്റ്റീവ് ഹെഡേക്ക്. ഇപ്പൊ ആരുടെയെങ്കിലും ഒരു മരണം, വേണ്ടപ്പെട്ടവരുടെ ദുഃഖങ്ങളൊക്കെ വരുമ്പം ഭയങ്കരമായിട്ട് തലവേദന വരുന്ന ഒരു ഇമോഷണൽ ഹെഡേക്കിൽ പോലും ഈ സ്പാസം ചൂഷണം ചെയ്തിട്ട് നമുക്ക് അസറ്റാൽഡിയം കൊടുത്താൽ എഫക്റ്റീവായിട്ടിരിക്കും ഫോർ ദ ടൈം ബീങ്. അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമറിൽ ഈ അസറ്റാൽഡിയത്തിന്റെ ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രിക്ഷൻ ആൻഡ് റിലാക്സേഷൻ. ലൈക്ക് കാക്ടസ് ഹാർട്ടില്, സെനേഗയിൽ പൾമനറി ഫങ്ഷൻസില്, ബ്രെയിൻ ട്യൂമറിൽ എൻലാർജ്ഡ് ആൻഡ് കൺസ്ട്രിക്റ്റഡ് ആൻഡ് എൻലാർജ്ഡ് ഫീലിംഗ്, വികസിക്കുക, അടങ്ങുക, വികസിക്കുക, ചുരുങ്ങുക, ഈ ഒരു കൺസ്ട്രക്ഷൻ റിലാക്സേഷൻ ബ്രെയിൻ ട്യൂമറിലാണെങ്കിൽ, ബ്രെയിൻ ഡിസീസിലാണെങ്കിൽ അസറ്റാൽഡിയം ഈസ് എ വെരി ഗുഡ് മെഡിസിൻ. പിന്നെ എയിൽമെന്റ്സ് ഫ്രം വീനസ് ത്രോംബോസിസ്, DVTയില് സാധാരണ അലോപ്പതിയില് കൊടുക്കുന്ന വാർഫൊക്കെ കഴിച്ചിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ സ്പാസ്മോഡിക് പെയിൻ വരും. അപ്പൊ നമ്മൾ അതിനകത്ത് എലാപ്പി സ്കോർ, വൈപ്പറ അത് കൂടെ കഴിഞ്ഞാൽ അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചിട്ടേ കൊടുക്കാവുള്ളൂ, എന്നാലേ ഗുണം കിട്ടത്തുള്ളൂ. ചില DVTയിലെ ക്രോട്ടാലസ് ഓർഡസ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടും. അതിന്റെ കളറും അതിന്റെ മൊഡാലിറ്റിയും നോക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. 3 ടൈപ്പ് മൊഡാലിറ്റിയാണ് മൂന്നിനും. അതുകൊണ്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഈ സിംറ്റംസ് ഒന്നും കിട്ടാതെ ഒരു കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ പോലുള്ള ഹിസ്റ്ററി റിസ്ക് ഉണ്ട്. അതാണ് വാർഫ് കൊടുക്കുന്ന കാര്യം. വാർഫ് കൊടുത്താൽ പോലും DVTയില് പ്രോബബിളി മെറ്റാസ്റ്റൈസിസ് ഉണ്ടാകാം. പണ്ട് ഒരു കേസസിൽ ഒരു 3-4 കൊല്ലം മുമ്പാണ് വാർഫ് കൊടുത്തിട്ടുള്ള ഒരു പേഷ്യന്റ് വാർഫ് കഴിക്കാൻ പറ്റാതെ അവർക്ക് ബ്ലീഡിങ്ങും അസിഡിറ്റിയും ഒക്കെ ഭയങ്കര സിവിയർ ആയപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം തിരക്ക് എൻ്റെ അടുത്ത് വന്നതാണ്. ഞാൻ അവർക്ക് ക്രോട്ടാലസ് ഓർഡസ് കൊടുത്ത് വളരെ നല്ല രീതിയിൽ പാലിയേറ്റ് ചെയ്ത് പോകുമ്പോൾ അവരുടെ മകൻ അവരെയും കൊണ്ട് ജർമ്മനി പോയി. ഇവിടുന്ന് നമ്മൾ കൊടുത്തുവിട്ട മരുന്നുകൾ വഴിയിൽ പിടിച്ച് സെക്യൂരിറ്റി എടുത്ത് ദൂരെ കളഞ്ഞു. നമുക്ക് മരുന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അവിടെ പോയ ഒരു വാർഫും കഴിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രിയേറ്റിൻ കൂടി, റീനൽ സ്ട്രോക്ക് ഉണ്ടായി. ആശുപത്രിയിൽ ചെന്നപ്പം സംഭവിച്ചത് റീനൽ വെസൽസിൽ ബ്ലോക്ക് ഉണ്ടായി, ഹാർട്ടിന് വന്നില്ല. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഹാർട്ടിലാണ് പലർക്കും ഈ DVTയുടെ കുഴപ്പം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വാർഫ് പോലുള്ള മരുന്ന് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് ഏറ്റവും സ്കോപ്പുള്ള 3 മെഡിസിൻ, ഒന്ന് വാർഫ്, ഒന്ന് ക്രോട്ടാലസ് ഓർഡസ്, ഒന്ന് വൈപ്പറ, ഒന്ന് എലാപ്പി സ്കോർ, ഇതിനാണ് അടുത്തതാണ് അസറ്റാൽഡിയം. അസറ്റാൽഡിയം ഈ 3 കേസസിലും നമുക്ക് ഒരു കോമൺ പാലിയേറ്റീവ് ആയിട്ട് ഫോർ ദ ടൈം ബീങ് കൊടുത്ത് അപ്പോഴുള്ള അക്യൂട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ അസറ്റാൽഡിയം വളരെ എഫക്റ്റീവ് ആണ്. ഫ്രീക്വന്റ് ആയിട്ട് സീരിയസ് കേസസിൽ നമുക്ക് 0.3 ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ നിന്ന് പഴിച്ചു പോകാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ 3 ടാബ്ലറ്റ്, 2 ടാബ്ലറ്റ് ത്രൈസ് ഡെയിലിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള INR കൺട്രോളിങ് ഞാൻ കാണുന്നുണ്ട്. INR കൺട്രോൾ ചെയ്താണ് ഇവർ ബോധ്യപ്പെടുത്തുന്നത്. കാര്യം വാർഫ് കൊടുക്കുമ്പോൾ INR 1 to 3 മുകളിൽ നിൽക്കണം. നമ്മുടെ മെഡിസിൻ കൊടുത്താലും അങ്ങനെ നിർത്തി കാണിക്കുവാണെങ്കിൽ വാർഫിന് ഈക്വൽ ആവും. അലോപ്പതിയിലുള്ള ഡോക്ടർമാർ ഇത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അതർവൈസ് നമുക്ക് അതിനകത്ത് കോൺഫിഡൻസ് വരത്തില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിലയില്ലാതായി പോകും. ഓക്കെ, any disease related with DVT or venous congestion or congestive cardiac failure, അല്ലെങ്കിൽ ഓക്സിജൻ കുറഞ്ഞിട്ടുള്ള COPD, ഈ കേസസിലൊക്കെ നീര് വരുവാണെങ്കിൽ, നീര് കൊണ്ടിട്ട് ഇത്തരം കേസസിൽ സ്പാസം വരും, വേദന വരും, നീര് വരും, രാത്രി ഉറങ്ങാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ എപ്പിസോ, അപ്പോസൈനോ, വെപ്പറായോ ഒക്കെ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ കാർബോണിയം സൾഫേറ്റ്, ഈ 4 മരുന്നാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അതിനകത്ത് ഡ്രോപ്സി ഓഫ് ആംഗിൾ സ്വെല്ലിങ് കൂടുതൽ കാണണം, മൊത്തത്തിൽ കാണത്തില്ല. അപ്പൊ ആംഗിൾ സ്വെല്ലിങ്, കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറിന്റെ സിംറ്റം നേരത്തെ വന്നിട്ടുള്ള എക്കോസ്പിരിനൊക്കെ ഇപ്പൊ കഴിക്കുന്നവര്, ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാൻ സാധ്യതയുള്ള ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉള്ളവരില്, പ്രൊലോങ്ഡ് ആയിട്ടുള്ള പ്രഷർ ഉള്ളവര്, പൾമനറി ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിലൊക്കെ അസറ്റാൽഡിയം നമുക്ക് 0.3 വളരെ എഫക്റ്റീവ് ആയിട്ട് കൊടുത്ത് നീര് കൺട്രോൾ ചെയ്യാൻ പറ്റും.
ചില ചില പിന്നെ മോഡേൺ മെഡിസിനിലെ പ്രഷറിനുള്ള ചില മരുന്നുകൾ നീരുണ്ടാക്കുന്നുണ്ട്. ആംഗ്ലഡിമയാണ്, പെഡലിഡിമ. അത്തരം കേസസിലും ആ മെഡിസിൻ ഒഴിവാക്കാൻ പറ്റാത്ത ചില പേഷ്യൻസിൽ അവർ അത് അഡ്വൈസ് ചെയ്താൽ നമുക്ക് അങ്ങനെയുള്ളത് സേഫ് ചെയ്ത് കൊടുക്കാൻ അസെറ്റാൽഡിയം നല്ല ഒരു മരുന്നാണ്. Then retinal dystrophy. Retinal atrophy leading to vision disturbance. Pros and cons. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ടോക്സോപ്ലാസിക് ഗ്ലാൻഡിസ് പറഞ്ഞപ്പോൾ പഠിച്ച ഒരു കാര്യമാണ്. റെറ്റിനൽ ഡിസ്ട്രോഫിയാണ് അത് പറഞ്ഞത്. റെറ്റിനൽ അട്രോഫിയാണ്. കൺജന്റൈൽ അട്രോഫിയും വരാം. അട്രോഫി ഓഫ് ബ്ലഡ് വെസൽസ്. ഏതെങ്കിലും ഇന്റേണൽ ഡിസീസ് കൊണ്ട് റെറ്റിനൽ വെസൽസിന് ഡിസ്ട്രോഫിയോ അട്രോഫിയോ വന്നിട്ട് വാസ്കുലാരിറ്റി കണ്ണിൽ കുറഞ്ഞിട്ട് റെറ്റിനൽ അട്രോഫി എൻഡ് റിസൾട്ടായിട്ട് കാഴ്ച നശിക്കുന്ന അവസരത്തിൽ അസെറ്റാനിലത്തിന് വളരെ നല്ല എഫക്റ്റ് കാണുന്നുണ്ട്. ദെൻ വേറെ ഈ മെഡിസിന്റെ വളരെ ഒരു എഫക്റ്റ് കാണുന്നത് നമുക്ക് ഇപ്പം ഡിജിറ്റാലിസിന്റെ ഹാർട്ട്, സ്ട്രോഫാന്തസിന്റെ ഹാർട്ട്, അമൈൽനൈട്രോസത്തിന്റെ ഹാർട്ട്, എന്തോ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എല്ലാത്തിലും ലോ ആക്ഷൻ ആയിരിക്കും. ബാഡി കാർഡിയ ഉള്ള കാർഡിയാക് ഡിസീസിൽ അല്ലെങ്കിൽ കാർഡിയാക് റീജൽ വാൽ അബ്നോർമാലിറ്റീസ് ഉള്ളവരിൽ വളരെ കാലമായിട്ട് ഹൈപ്പർ ടെൻഷനും ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഫെയിലുവറും ഉള്ളവരിൽ കാർഡിയാക് ഇഡിമ വിസിബിളായിട്ട് ഇടക്ക് വന്നും പോയിരിക്കുമ്പം ലാസിക്സ് പോലുള്ള ഡയോട്ടിക്സ് കൊടുത്തിരിക്കുന്ന കേസസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ആർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ ഡീറ്റാലിസ് കൊടുക്കുമ്പോഴും പോലും ഇടയ്ക്ക് അവർക്ക് സിങ്കിങ് ഓഫ് വൈറ്റൽ ഫോഴ്സ് ഉണ്ടായിട്ട് സൈനോസിസ് ഉണ്ടായിട്ട് പെയിന്റിങ് വരുവാണെങ്കിൽ അസെറ്റാനിലിഡിയം 0.3 ഇടക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ആക്റ്റീവായിട്ട് അവരുടെ സ്റ്റാമിന കൂടി വണ്ടിയിൽ എടുത്തുകൊണ്ട് വന്നവർ പിന്നെ വരുമ്പോൾ നമ്മുടെ അടുത്ത് നടന്നു വരുന്നത് കാണാം. അപ്പം നമ്മൾ ഒരുവിധം സ്റ്റാറ്റസ് കോ അനുസരിച്ച് പ്രഷറും 1872 എന്നുള്ള കാർഡിയാക് പ്രഷറിന്റെ ഒരു സ്റ്റാറ്റസും വന്നാൽ പിന്നെ അസെറ്റാനിലിഡിയം കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ പ്രഷർ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത്തരം കേസസിൽ പലരും സ്ട്രോഫാന്തസ് എക്സസീവായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ക്രെട്ടേജിയസ് ഒരു സേഫ് മെഡിസിന്, പക്ഷെ സ്ട്രോഫാന്തസ് കൊടുത്താൽ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പം പ്രഷർ കൺട്രോൾ ചെയ്യാൻ മറ്റു മരുന്നുകൾ ആണ് പല ഡോക്ടർമാരും നമ്മുടെ ഡോക്ടർമാർ കൊടുക്കുന്നത്. പക്ഷെ സ്ട്രോഫാന്തസ് കണ്ടിന്യൂ ചെയ്താൽ പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. കാര്യം അത് ഡയറക്റ്റ് ആയിട്ട് കാർഡിയാക് മസ്കുലേച്ചറിൽ ആക്ട് ചെയ്യണ ഒരു മെഡിസിനാണ്. ഇപ്പൊ നമ്മൾ അതിന് വേറെ മരുന്ന് കൊടുക്കാതെ അത് മനസ്സിലാക്കി അത് വിഡ്രോ ചെയ്യിച്ചാൽ പ്രഷർ കൺട്രോൾ ചെയ്തിട്ട് പ്രഷറിന്റെ ഒരു ദോഷം ഒരു ഹോമിയോപ്പതി ഡോക്ടർ ട്രീറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പ്രഷർ കൺട്രോൾ ആയില്ലെങ്കിൽ അലോപ്പതി കൊടുക്കും. അപ്പൊ ആ ഒരു കണ്ടീഷൻ ഒഴിവാക്കി നമ്മൾ തന്നെ നിലനിർത്തി ആ കേസ് ഫോളോ അപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതിന്റെ വേറൊരു വണ്ടർ എഫക്റ്റ്, ഇയാറ്റസ് ഹെർണിയയിൽ സിവിയർ സ്പാസ്മോഡിക് പെയിൻ വന്നിട്ട് സിങ്ക് ചെയ്യുകയോ ഒമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അനാൽജസിക് കുത്താൻ പോയി ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വേദന വരുമ്പോൾ അസെറ്റാനിലിഡിയം നല്ലതാണ്. ഇവരുടെ എല്ലാം ലോ BP ആയിരിക്കും, അനീമിയ ഉണ്ടാകും, RBC കൗണ്ട് താഴെ ആയിരിക്കും, അതുകൊണ്ട് തന്നെ പെയിലായിരിക്കും, എക്സോസ്റ്റഡ് ആയിട്ട് സ്ലൈറ്റ് എക്സേഷൻ ഡിസ്നിയ ഉണ്ടാക്കും, സ്ലോ പൾസ് ആയിരിക്കും, ലോ ടെമ്പറേച്ചർ ആയിരിക്കും. ഓൾ ഫങ്ഷൻസ് ആർ വെരി ലോ ഈവൻ ഇൻ വിത്ത് പെയിന്റിങ്. അത്രയും ഒരു കച്ചറ്റിക് കണ്ടീഷനിലായിരിക്കും. Due to the underlying prolonged destructive pathology in the body leading to this low BP, low blood count, pain, exhausted easily, slow pulse, slow temperature, all functions are very low with the fainting, cyanosis and collapse. ഇത്രയും മൾട്ടിപ്പിൾ കോൺസിക്വൻസ് സിക്വല് ഒരു ഫണ്ടമെന്റലി റൈസ് ചെയ്ത ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ പോലുള്ള ഒരു ഡിസീസിൽ കോർഡിനേറ്റ് ചെയ്ത് വരുമ്പം ഒരു എമർജൻസി ICUവിൽ അഡ്മിറ്റ് ചെയ്ത്
സോഡിയം പൊട്ടാസ്യം ഒക്കെ നോക്കിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്ത് സ്റ്റിറോയിഡും ഒക്കെ കൊടുത്ത് ഓക്സിജൻ കൊടുത്തും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുന്ന ഒരു അക്യൂട്ട് എമർജൻസി നമുക്ക് 1-2 ഡോസോ അസിറ്റാനിഡിയം കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവരെ ആ കണ്ടീഷനിലോട്ട് കൊണ്ടുവരും. ഒരു അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സാധനം. എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും പതോളയൊക്കെ ഉള്ളവര് മെഡിക്കൽ കോളേജിൽ പോകുന്ന വഴി എന്നെ ഒന്ന് കാണിച്ചേക്കാം, എന്തെങ്കിലും എമർജൻസി ചെയ്ത് പോകാമെന്ന് പറഞ്ഞ് കയറിയിട്ട് ഞാനിങ്ങനെ 2-3 ഡോസ് കൊടുത്തു വിട്ട് ഒരു 5 പൊടി കൊടുത്തിട്ട് അരമണിക്കൂർ ഇടവിട്ട് കൊടുക്കാൻ പറഞ്ഞ് 3-4 പൊടി കൊടുത്തപ്പോൾ എമർജൻസിയിൽ മെഡിക്കൽ കോളേജിൽ ചെന്നു. പക്ഷെ അവർ ചെന്നപ്പം പഴയ ഒരു പകുതി ക്ഷീണം കുറഞ്ഞ് BP ഒക്കെ കുറച്ചുകൂടെ നന്നായി ഒരു നല്ല കണ്ടീഷൻസിലായി ചെന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഹോമിയോ കൊടുത്തു. എന്തോ അദ്ദേഹം അലോപ്പതി ഇഞ്ചക്ഷൻ എടുത്തു എന്നാ അവർ ചോദിച്ചാൽ, ഇല്ല ഈ പൊടിയാന്ന് പറഞ്ഞ് എന്റെ പൊടി കാണിക്കുകയും ഇറ്റ് ഈസ് എ മിറക്കിൾ ഓഫ് ട്രീറ്റ്മെന്റ്. വളരെ നന്നായിട്ടുണ്ട്. ICU കൊണ്ടുപോയപ്പോൾ ICU കിടന്ന് ഇവർ പറഞ്ഞു, എനിക്ക് ICUയിൽ ഒന്നും ചെയ്യേണ്ട ഡോക്ടറെ, എനിക്ക് ഡോക്ടറുടെ ബുദ്ധിമതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചിരിച്ചെങ്കിലും പിറ്റേ ദിവസം രാവിലെ ICUയിൽ തന്നെ കിടത്തിയിട്ട് ഒരു അഡീഷണൽ ട്രീറ്റ്മെന്റ് ഇല്ലാതെ ഒരു അലർട്ടായി രാവിലെ. ഇത് നമ്മുടെ അസിറ്റാനിഡിയം എന്റെ പ്രാക്ടീസിന്റെ ഹിസ്റ്ററിയിൽ വലിയ ഒരു സംഭാവന ചെയ്തിട്ടുള്ള മെഡിസിനാണ് അസിറ്റാനിഡിയം. അപ്പം റെയർ മെഡിസിൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന എന്നുള്ള ഒരു പേര് ദോഷം എനിക്ക് ശൈല ഡോക്ടറൊക്കെ തന്നെങ്കിൽ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് നിഷേധിക്കാനാവത്തില്ല. ഇതുപോലുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന ഇവരെയൊക്കെ നമ്മളൊരു സെയിന്റായിട്ട് കരുതി ഇതിനെ പറ്റി ഡെപ്തിൽ പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഇതുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ വന്നത്. എന്താ ഈ പേഷ്യന്റിന് വേറൊരു മാനസികാവസ്ഥ? ചുമ്മാ ഞാൻ പറഞ്ഞ ഡോക്ടറെ. അപ്പൊ ഈ പേഷ്യന്റ് എന്ത് പറയുന്ന, ഡോക്ടറെ ഇനി എനിക്ക് ഒത്തിരി ആയുസൊന്നുമില്ല, ഞാൻ രക്ഷപ്പെടത്തൊന്നുമില്ല. പിന്നെ ഡോക്ടറെ അടുത്ത് ഞാൻ ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കല്ല എന്ന് പറഞ്ഞ് 2 കൈയും കൂടെ മേശപ്പുറത്ത് ഇടകി തല മേശപ്പുറത്ത് വെച്ച് നമ്മുടെ കാലിക്കാർ ഇരിക്കുന്ന പോലെ ഡോക്ടറെ അടുത്ത് ഞാൻ ഇച്ചിരി ഇരുന്നോട്ടെ, എനിക്ക് കുറച്ച് നാളേ ഉള്ളൂ, കുറച്ച് മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അത്രയും ഡെഡ്ലി പെയിന്റിനെസ് ആയിട്ട് വരുന്ന പേഷ്യന്റിനെ നമ്മുടെ ചേംബറിൽ ഇരുത്തി 2 ഡോസ് മരുന്നും കൊടുത്ത് കഥയും പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു ചായയൊക്കെ കുടിപ്പിച്ച് വിടാൻ പറ്റുന്ന ഒരു സ്റ്റിറോയിഡ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു പാരന്റീരിയൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓക്സിജനോ സ്റ്റിറോയിഡോ ഒന്നുമില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് അസിറ്റാനിഡിയം. ചുരുക്കി പറഞ്ഞാല് ഡയബറ്റീസ് വിത്ത് റീനൽ ഫെയിലുവർ. ഇപ്പൊ പ്രൊലോങ്ഡ് ആയിട്ട് ഡയബറ്റീസ് വന്നിട്ട് ഇൻസുലിനൊക്കെ കുത്തി വന്നിട്ട് ക്രിയാറ്റിൻ കൂടുന്ന ഒരു കേസസിൽ, അത്തരം കേസസിൽ നമ്മള് ഈൽസറം പോലുള്ള മെഡിസിൻസിന്റെ പുറകെ പോകാതെ, ഈൽസറത്തിന്റെ പതോളജി എന്ന് വെച്ചാല് ഡയബറ്റീസ് ഉണ്ടാകും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റീനൽ ഹെപ്പാറ്റിക് സിസ്റ്റം ഫെയിലുവർ ആണ് ഈൽസറത്തിൽ കാണുന്നത്. ഇത് മൾട്ടി സിസ്റ്റം ഫെയിലുവർ വിത്ത് ബേസ്മെന്റ് ഓഫ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷനും കിഡ്നി ഫെയിലുവറും കൂടെ വന്നിട്ട് അതിന്റെ ടോപ്പ് സ്റ്റേജിൽ നമ്മുടെ അസറ്റോണൊക്കെ യൂറിനകത്ത് വന്നിട്ട് ഹെപ്പാറ്റിക് അല്ലെങ്കിൽ റീനൽ സെർബ്രൽ കുഴപ്പമുണ്ടായി അബോധാവസ്ഥയിൽ പോകുന്ന എൻസെഫലോപ്പതി ഉണ്ടാകുന്ന കണ്ടീഷനിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു 2 നല്ല മരുന്നുകളാണ്, ഒന്ന് മോർഫിയയും ഒന്ന് അസിറ്റാനിഡിയം. മോർഫിയ കൂടുതലും ക്യാൻസർ ഹിസ്റ്ററിയിൽ മോർഫിൻ യൂസ് ചെയ്തിട്ടുള്ള കാഡ്മിയം ഗ്രൂപ്പിന്റെ കീമോ ചെയ്തിട്ടുള്ള കേസസിലാണെങ്കിൽ മോർഫിനും, അല്ലാതുള്ള ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ, പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇൻസുലിൻ തെറാപ്പി, സ്റ്റിറോയിഡ് തെറാപ്പി, അത്തരം കേസസിൽ ക്രിയാറ്റിൻ കുറയാനും പിടിച്ചു നിൽക്കാനും ടോക്സിക് സിംറ്റംസ് മാറാനും കോൺഷ്യസ് ആകാനും ഓറിയന്റേഷൻ ഡിഫിക്കൽറ്റി മാറാനും ക്ഷീണം കുറയാനും ഓക്സിജൻ ഇൻടേക്ക് കൂടാനും സൈനോസിസ് കുറയാനും ഒക്കെ നമുക്ക്
ഒരു സ്റ്റിറോയിഡ് പോലെ ഹോമിയോപ്പതി ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് അസറ്റാനിഡിയം. ഇതിനകത്തുള്ള ബ്ലഡ് ക്യാൻസറിലുള്ള ഏറ്റവും വലിയൊരു സ്കോപ്പ് ITPയില് ഒരു വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹോമിയോപ്പതിക് പ്രൊഫഷൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പേഷ്യന്റ് എനിക്കുണ്ട്. അദ്ദേഹം ഹോമിയോപ്പതിയുടെ നമ്മുടെ സെമിനാറും ഒക്കെ ഒത്തിരി കേൾക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കേസിൽ ITP ഹോമിയോപ്പതിയിലെ ഒത്തിരി ഡോക്ടർമാരും അലോപ്പതി ഒരു കാലത്തും അദ്ദേഹത്തിന് ചെയ്തതാണ്. പക്ഷെ നമ്മുടെ ഈ ISPHന്റെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ഒരു താല്പര്യം തോന്നി വന്നതാണ്. ഈശ്വരകൃപ കൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ കൗണ്ടൊക്കെ ഒത്തിരി കൂടി. അപ്പം അതിനകത്ത് നമ്മൾ കണ്ട ഒരു വണ്ടർഫുൾ എഫക്റ്റ്, അന്ന് ഡിസ്ട്രക്ഷൻ ഓഫ് RBC ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പെരിഫറൽ സ്മിയർ ചെയ്തപ്പം ഡിസ്ട്രക്ഷൻ ഇല്ല, സ്ലോ ജെനസിസേ ഉള്ളൂ. അപ്പൊ ആ പതോളജി സ്പാനിഷ്ഡ്. ഇനിയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻ കൊടുത്താൽ മതി. മയാസ്മാറ്റിക് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പം അദ്ദേഹത്തിന് നല്ല രീതിയിൽ അത് ഉയർന്നു വരും. കാര്യം ഡിസ്ട്രക്ഷൻ ഈസ് കവേർഡ്. അപ്പൊ അതുപോലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ അതിന്റെ ഫണ്ടമെന്റൽസ് മനസ്സിലാക്കണം, തുടക്കം മനസ്സിലാക്കണം. മരുന്ന് കണ്ടുപിടിക്കുമ്പം പതോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിൽ പോലും അതിന്റെ ജെനസിസ് ഓഫ് ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ ക്രിയാറ്റിൻ കുറഞ്ഞതോ അല്ലെങ്കിൽ ലിവർ ഫംഗ്ഷനിൽ വേരിയേഷൻ വരുമ്പോഴോ ഹാർട്ട് ഫെയിലുവർ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ചെയ്യാൻ വരുമ്പോഴോ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഫണ്ടമെന്റൽ ഫോൾട്ട് എവിടെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ബിയോണ്ട് സിംറ്റമാറ്റിക്കൽ ട്രീറ്റ്മെന്റ്, സിംറ്റം നമുക്ക് എടുക്കാമെങ്കിൽ പോലും അതിന്റെ കുഴപ്പം ഫണ്ടമെന്റലി എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചികിത്സയ്ക്ക് അധികാരികത വരും. നമുക്കൊരു കേസ് ഷീറ്റ് നല്ലപോലെ ഉണ്ടാക്കാൻ പറ്റും. ഒരു ആർഗ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ചികിത്സ പ്രോസസ്സായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതാണ് അസറ്റിനാബിലം പോലുള്ള മെഡിസിൻ പഠിക്കുമ്പോൾ കിട്ടുന്ന ഗുണം. അതില് ബ്ലഡ് ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ എവിടെ ഡിസ്ട്രക്ഷൻ ഉണ്ടോ, എവിടെ സ്പ്ലീനോമിഗാലി അല്ലെ സ്പ്ലീനെ സ്പോയിൽ ചെയ്യുന്നുണ്ടോ, ലീഡിങ്സ് ടു ലിവർ സ്പോയിൽ ഉണ്ടോ, അവിടെയൊക്കെ ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഉണ്ടോ, നമുക്ക് ഈ മെഡിസിനെ പറ്റി ചിന്തിക്കാവുന്നതാണ്. ഈവൻ തലാസീമിയാസിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ എർത്രോസൈറ്റോപീനിയ ഒരു വിസിബിൾ ഹിസ്റ്ററി ആണെങ്കിൽ, ഏത് സൈറ്റോപീനിയയിലാണെങ്കിലും അപ്പിനിയ എവിടെയുണ്ടോ അസറ്റാനിഡിയം ഒരു വശത്ത് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാര്യം ഒരു അക്യൂട്ട് എമർജൻസി ഈവൻ അപ് ടു ദ ഡെത്ത് ബെഡ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ബൈസ്റ്റാൻഡർഷിപ്പായിട്ട് ആ പേഷ്യന്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ മുടക്കെ തന്നെ ഒരു ഡോസ് അസറ്റാനിഡിയം നമുക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ കാത്തുവെക്കാം. അങ്ങനെ നമുക്ക് ഹോമിയോപ്പതിയിലെ ഒരു അക്യൂട്ട് എമർജൻസി മെഡിസിൻ എന്ന ഒരു പേര് കൊടുത്ത് ഇതിനെ റെസ്പെക്ട് ചെയ്താൽ അത് തീർച്ചയായിട്ടും അസറ്റിനാബിലം അർഹതപ്പെട്ടതായിരിക്കും എന്ന് പറയുകയാണ്. മണി 10:30 വരെ ഉണ്ടല്ലേ? ഓക്കെ. എനി ഡൗട്ട് സോ ഫാർ? അസറ്റിനാബിലത്തെ പറ്റി കൂടുതൽ അതിന്റെ പ്രോസസ്സോ അതിന്റെ ആപ്ലിക്കേഷനോ അതിന്റെ റിസൾട്ടോ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. എനി ഡൗട്ട് സോ ഫാർ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെ, ആരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ സ്പെയർ ചെയ്യാവുന്നതാണ്. സാർ പറഞ്ഞത് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട് എന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോവാം. ഒരു സംശയം വന്നിട്ടുണ്ട്. സോയ ഇപ്പൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ ഡോക്ടർ. ഗുഡ് ഈവനിങ് ഡോക്ടറെ. എനിക്ക് സംശയേ ഈ എന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അനീമിക്കാണ്. അവര് ആ അനീമിക്ക ലീസ്റ്റ് എക്സേഷൻ അവർക്ക് ഡിസ്നി ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ കേസ് സെറോഫ്ലോ കൊടുത്ത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. അപ്പൊ ആള് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാനത് മെഡിസിൻ കൊടുത്ത് സെറോഫ്ലോ ഒക്കെ ഒഴിവാക്കി. പക്ഷെ ഇപ്പൊ ഉള്ള ഒരു പ്രശ്നം COPD ആണ് ഡോക്ടറെ. അപ്പൊ ഇപ്പൊ അവർക്ക് കുഴപ്പമൊന്നുമില്ല. സെറോഫ്ലോ ഒഴിവാക്കിയിട്ടും അവർക്ക് കുഴപ്പമില്ല.
ആ അതപ്പം ഈ അപ്പിനിയ ഉണ്ടായിരിക്കും, ഓക്സിജൻ കുറഞ്ഞ്. ഡോക്ടർ എന്തോ കൊടുത്തത്? ഞാൻ അവർക്ക് ഒരു ചെറിയ ചുമ പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ജലദോഷപ്പനി വന്നു. അപ്പൊ അതിന് ജലദോഷപ്പനിക്കുള്ള മെഡിസിൻ കൊടുത്തേച്ച് പിന്നെ ഈ ചുമ മാറ്റാനായിട്ട് ഞാൻ റോസറിയും കൊടുത്തിരുന്നു, ജസ്റ്റീഷ്യയും കൊടുത്തിരുന്നു. അങ്ങനെയല്ല ജസ്റ്റീഷ്യ ഒന്ന് ഡോക്ടർ. 2 ദിവസം അടുപ്പിച്ച് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് പിന്നെ ആ റിസർഫിനോട് ഡോക്ടറെ ആവശ്യം വന്നിട്ടില്ല. ഡോക്ടറെ ക്ഷമിക്കണം, ഒരു കാര്യം പറയുവാണ്. ആ നമ്മളൊന്നും ഇങ്ങനെ ഒരു കേസ് പ്രസന്റ് ചെയ്യരുത്, ഇങ്ങനെ ആർഗ്യം ചെയ്യരുത്. കാര്യം ആ COPD ആയിരുന്ന കേസിൽ സെറോഫ്ലോ കണ്ടിന്യൂസ് വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്നപ്പം ഡോക്ടർ അതിനകത്ത് കണ്ട സിംറ്റം, അതിന്റെ മൊഡാലിറ്റി, അതിന്റെ മയാസം, അതിന്റെ COPD എന്ന് പറയുന്ന ബ്രോങ്കിയാക്ടിസിസ് പോലുള്ള എയർവേ ഒബ്സ്ട്രക്ഷൻ ഇൻ ദ ലങ്. അതൊരു കൊച്ചു കാര്യമല്ല. അപ്പൊ അവിടെ ഡ്രോസറ എന്തിനു കൊടുത്തു? ഡ്രോസറയുടെ സിംറ്റം എന്തായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ കൊടുത്ത മെഡിസിന്റെ സിംറ്റം എന്തായിരുന്നു, അതെങ്ങനെ എഫക്ട് ചെയ്തു, അല്ലെങ്കിൽ അതുകൊണ്ട് ഇനിയിപ്പോ ഒരു അഗ്രവേഷൻ ഉണ്ടോ, എന്താ ചെയ്യാം? അപ്പൊ നമ്മള് ഞാൻ വിമർശിക്കുകയല്ല, നമ്മളെല്ലാ സെമിനാറിലും ഒക്കെ കാണുന്ന ഒരു കാര്യം, എനിക്കിപ്പോ 10-50 കൊല്ലമായിട്ട് ഞാനിത് കേൾക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു അനുഭവം പറഞ്ഞതന്നേ ഉള്ളൂ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു കാര്യം, ഇപ്പൊ ഇത് കേട്ടിരിക്കുന്നവർക്കോ എനിക്കോ അല്ലെങ്കിൽ വേറൊരാളിനോ എന്താ ഗുണം, അല്ലെങ്കിൽ എങ്ങനെ അത് അസസ് ചെയ്യാൻ പറ്റും? COPD എങ്ങനെ ക്യൂർ ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ തന്നെ ഒരു കോമഡി പറഞ്ഞ് എന്തുകൊണ്ട് ഡോസറ സെലക്ട് ചെയ്തു. അത് ജലദോഷത്തിന്റെ ഇനി ഈ കാലാവസ്ഥയാണല്ലോ, നല്ല തണുപ്പുള്ള കാലാവസ്ഥയില് ചുമ, വലിയ മുഴങ്ങിയുള്ള ശബ്ദത്തിലുള്ള ചുമ വന്നുകൊണ്ടാണ് ഞാനത് കൊടുത്തത്. അതെ, അപ്പം ഡ്രോസറയുടെ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ ലൗഡ് ബാർക്കിംഗ് കഫ് വിത്ത് ഇറിറ്റേഷൻ ആൻഡ് ഇച്ചിങ് ഇൻ ദ ത്രോട്ട്. അതെ. കൊപ്രമെറ്റ് പോലെ 1, 2, 3 വലിയ ഗൺ ഷൂട്ട് പോലുള്ളതാണ്. കൊറാലിയവും ഡ്രോസറയും തമ്മിലുള്ള വ്യത്യാസം, ഡ്രോസറ ചുമച്ച് ഛർദിക്കും, കൊറാലിയം ചുമച്ച് ഛർദിക്കത്തില്ല, ചുമച്ചിരിക്കും. അപ്പൊ അത് പിന്നെ അത് ലങ് പതോളജിയിൽ എങ്ങനെ എഫക്ട് ചെയ്തു? ഡോക്ടർക്ക് ഇത്രയും നല്ലൊരു ക്യൂർ എങ്ങനെ കിട്ടി? ഇപ്പൊ ഒന്നാമത്തെ പറയുന്ന ഡ്രോസറ ടിഞ്ചർ കൊടുത്താൽ ആ കേസ് ഇല്ല, ന്യൂമോണിയ ആയി പോകുന്ന, അതിനകത്ത് ഡ്രോസറ ടിഞ്ചർ ഒന്ന് വായിച്ചു 30 നോക്കണം. കൊടുത്തേ. അതെ, അപ്പൊ 30 ഒരു ഡോസ് മതി. ഇറ്റ് ഇസ് ആക്ട്. അല്ലെങ്കിൽ 1 എമ്മോ 10 എമ്മോ ഒരു ഡോസ് കൊടുക്കുക. ഡ്രോസറ എഫക്റ്റീവ് ആണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാവുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ബ്രോങ്കിയാക്ടിസിസ് ഉള്ളപ്പോൾ കഫം കെട്ടി കിടക്കാതിരിക്കണം, കഫം പോകാനുള്ള മെഡിസിൻ കൊടുക്കണം, ഒരു പാലിയേറ്റീവ് ആണ്. അതൊരു സൈക്കോസോമാറ്റിക് കേസസിലാണ്. ഹോട്ട് പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് പ്ലാറ്റ ഓറിയന്റാലിസ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇരിഡിയോ സൈക്ലിൻ കൊടുക്കാം, ഇല്ലെങ്കിൽ അതിനകത്ത് വേറെ ഉള്ളത് ഗ്രിഞ്ചിലിയ റോബസ്റ്റ, ആസ്പിഡോസ്പെർമിയ. അത് കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കഫമുണ്ട്, കഫം പോകുന്നില്ലെങ്കിലാണ് ബാൽസ്മംബറും. അപ്പൊ അതുപോലുള്ള ഈ 4 മെഡിസിന്റെ ലങ്ങിൽ ആക്ട് ചെയ്യുന്ന ലങ് സിംറ്റംസ് കമ്പയർ ചെയ്ത് ഡോക്ടർ ഒരു ബുക്കിൽ എഴുതിയിരുന്നു. പിന്നെ ഡ്രോസറ, കാപ്സിക്കം, വേറെ ക്രോഷ്യ അല്ല, വേറെ സൈഡ്രോന്റെ അടിക്കണമില്ല, നമ്മള് സ്കൂൾ ബാൻഡിന്റെ സൈഡ്രോ ഇല്ലേ, ഇങ്ങനെ കേൾക്കും. എന്ന് വെച്ചാല് സൈഡ്രോ അടി, അതിന്റെ പോലെ അങ്ങനെ തന്നെയാ പറയണത്. സൈഡ്രം അടിക്കുന്നത് പോലുള്ള വൈബ്രേഷൻ ഉള്ള ചുമയാണ് ഡ്രോസറയുടെ അടുത്ത ചുമ. അതിന് ഒരൊറ്റ മെഡിസിനാണ് വെർബാസ്കം. അത് കുറെ കൂടെ എക്സ്പ്ലോസീവ് ആണെങ്കിൽ, ദുഷിച്ചമണത്തോടുകൂടി ഭയങ്കരമായിട്ട് എക്സ്പ്ലോസീവ് ആയിട്ട് വലിയ സൗണ്ടില് പട്ടി കുറക്കണത് പോലെ, അൾസേഷൻ അതുപോലെ ഉറക്കും, ക്യാപ്സിക്കം ആണെങ്കിൽ. അപ്പൊ അങ്ങനെ ആ ഗ്രൂപ്പിൽ വരുന്ന മെഡിസിൻ കമ്പയർ ചെയ്തിട്ട് ഡ്രോസറയുടെ എഫക്റ്റും ഇതുമായിരുന്നു. ഡ്രോസറ കൊണ്ട് എങ്ങനെ എനിക്ക് ഗുണം കിട്ടിയെന്നുള്ളത് നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് നമ്മളൊരു കേസ് അവതരിപ്പിക്കുമ്പം ഇങ്ങനെയുള്ള സിംറ്റം കൊണ്ട് ഞാൻ ഡ്രോസറ കൊടുത്തു. ഡ്രോസറ 1-2 ഡോസ് കൊടുത്തപ്പം നല്ലൊരു റിലീഫ് കിട്ടി. വെയിറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഈ ഡ്രോസറ കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്താലും അതിന്റെ അടുത്ത കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. കാര്യം ഡ്രോസറയ്ക്ക് ഒരു സ്പാസ്മോഡിക് എക്സ്പാൻഷൻ വരും നമ്മുടെ ബ്രോങ്കിയൽ ട്യൂബ്സിൽ. അപ്പോഴേ ഈ കഫം, നേരത്തെ ഇൻഹേലറൊക്കെ അടിച്ച് അവിടെ വെച്ചിരിക്കുന്ന കഫം മുഴുവൻ കൂടെ ഇളകും. അതിൻ്റെ ഇടയ്ക്ക് നിർഭാഗ്യം കൊണ്ട് ഒരു പനിയോ, ഇയാള് ഈ കൊച്ചു കൂടുതൽ കളിക്കുകയോ കൂടുതൽ ഇച്ചിരി മരുന്നിനെയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കോൾഡ് സീസണിൽ വീണ്ടും ഇൻഫെക്ഷൻ വരാം. ഇൻഫെക്ഷൻ വന്നാൽ ന്യൂമോണിയ ആകും.
അപ്പൊ നമ്മൾ അത്തരം കേസസിൽ അത് ഒഴിവാക്കാൻ വേണ്ടി അഡ്വാൻസ്ഡ് ആയിട്ട് ആന്റി ആഴ്സനിക് സ്റ്റിബിയേറ്റോ എന്നൊക്കെ പറയുന്ന മരുന്നുകളുടെ 3x ഒരു 4 times 3 times കൊടുക്കുവാണെങ്കിൽ ആ കൊച്ചു സേഫ് ആവും. കേട്ടോ ഡോക്ടറെ? പിന്നെ അടുത്ത ചോദ്യം. അപ്പൊ അടുത്തത് അവർക്കപ്പൊ അത് ഭയങ്കര അല്ല, ഒരു അവിടെ ക്ഷീണിച്ചായിരിക്കണം. പറഞ്ഞോ. RBC കുറവാണ്. RBC കുറവാണ് അവർക്കല്ലേ? അവരുടെ 2 മക്കള് ഈ ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചു പോയിട്ടുള്ളതാ. പക്ഷെ ഇവർക്ക് ഞാൻ വേറെ സിംറ്റംസ് ഒന്നും കണ്ടില്ല. അപ്പൊ ഡോക്ടർ ചെയ്യാനുള്ളത് ഇവരുടെ ഒരു പെരിഫറൽ സ്മിയർ നോക്ക് ഡോക്ടർ. അത് നോക്കിയപ്പോ അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. അങ്ങനെ എന്താ ഡോക്ടർ അതിനകത്ത് കണ്ടതെന്ന് പറഞ്ഞ്? ഡോക്ടർ അങ്ങനെയുള്ള പ്രശ്നം ഇല്ലെന്ന് പറയാതെ അതിനകത്ത് എന്റെ ഇംപ്രഷൻ പറഞ്ഞ് പെരിഫറൽ സ്മിയറിൽ നോർമോക്രോമിക് തന്നെ ആയിരുന്നു കണ്ടത്. അല്ല, അത് നോർമോക്രോമിക് പിന്നെ മുന്നോട്ട് ഓർക്കുന്നില്ല. അതാ കുഴപ്പം. കാര്യം കുറ്റപ്പെടുത്തുവാണെന്ന് ധരിക്കരുത്. ഒരു പ്രായമുള്ള ഡോക്ടറുടെ വിമർശനമായിട്ട് അത് കണ്ടാൽ മതി. എൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു ഡോക്ടർ എന്നെ വിളിച്ചു വെച്ചപ്പോൾ, ഡോക്ടറെ ഒരു സിറോസിസ് ഓഫ് ലിവർ വന്ന് ഇടിമായുണ്ട്, ശ്വാസം മുട്ടലുണ്ട്, നമുക്ക് എന്തെല്ലാം മരുന്ന് കൊടുക്കാം? ഞാൻ ചോദിച്ചു LFT നോക്കിയ. LFT നോക്കി ഒരു കുഴപ്പമില്ല, LFT ഒക്കെ ഫൈൻ ക്ലിയറാണ്. ഞാനപ്പോ അവരോട് ചോദിച്ചു എങ്ങനെ ഗ്ലോബലിന് എത്രയുണ്ട്? ഗ്ലോബലിന് 4.7 ഉണ്ട്. അപ്പൊ ഗ്ലോബൽ 4.7 എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഗ്ലോബലിന് ഡെഫിനറ്റ്ലി ആൽബമിന് കുറവായിരിക്കും. ആൽബമിന് എത്രയുണ്ട്? അത് 1.7 ഉള്ളു. പോരെയാ ഡോക്ടറെ? ഇത് നോമോസൈറ്റിക് ആയിരുന്നു. നോർമോസൈറ്റിക്. അതിനകത്ത് പിന്നെ ഒരു കാര്യം കൂടെ കാണാം. അതിനകത്ത് ചെയ്യണത് എനി ഡിസ്ട്രക്ഷൻ. RBCയിൽ നോർമോക്രോമിക് ആണെങ്കിലും കൗണ്ട് കുറവാണല്ലോ. ഈ പീനിയ വല്ലതും ഉണ്ടോന്ന് അവർ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതെ, അപ്പൊ ഒരു അപ്പിനിയ ഉണ്ട്. അത് അപ്പിനിയ ഉള്ളത് അവരുടെ അപ്പൊ നമ്മളൊരു അൾട്രാസൗണ്ട് ചെയ്തിട്ട് അവരുടെ സ്പ്ലീനോമിഗാലി, എപ്പറ്റോമിഗാലി ഒക്കെ കറക്റ്റ് ആണോ, ഫങ്ഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കണം. നോക്കിയിട്ട് നമ്മള് ഈ ബോണിൽ എഫക്ട് ചെയ്യുന്ന 2-3 മരുന്നുകൾ, ഒന്ന് സ്റ്റില്ലിഞ്ചിയ സിബിലിറ്റിക്ക് ആണെങ്കിൽ, സൈക്കോസിബിലിറ്റിക്ക് ആണെങ്കിൽ, പിന്നെ സിംഫൈറ്റം, എക്ലാലേവ, ഈ അസറ്റാനിൽഡിയം, സിയോനാന്തസ്, കാർഡസ് മറിയാൻസ്, ഇത്രയും മരുന്നുകളിൽ നമ്മൾ ചിലപ്പോൾ ഇത് 2-3 ഒന്നിച്ചു കൊടുക്കേണ്ടി വരും. കാര്യം ഒരു ലിവർ സ്റ്റിമുലന്റ് വേണം, ഒരു സ്പ്ലിനിക് സ്റ്റിമുലന്റ് വേണം, സ്പ്ലീനോ മിഗാലി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം, ബോൺ സ്റ്റിമുലേറ്റ് ചെയ്യണം. ഡെഫിനറ്റ്ലി ഈ പീനിയ അല്ല, ഒരു കാർസിനോജെനസിസ് ആണ്. ട്യൂബർക്കുലോ കാർസിനോജെനറ്റിക് മയാസമാണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പം നമ്മളൊരു കാർസിനോസിൻ കൊടുത്തിരിക്കണം. കാർസിനോസിൻ അത്രയും വീക്ക് ആണെങ്കിൽ 0.3 0.6 കൊടുക്കാം. റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കാനും 0.3 നല്ലതാണ്, അണ്ടിൽ ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. അങ്ങനെയാണ് ഞങ്ങൾ അത്തരം കേസസ് ട്രീറ്റ് ചെയ്യുന്നത്. അതിനകത്ത് അസറ്റാനിഡിയത്തിന് ഒരു വലിയ പങ്കുണ്ട്. അപ്പം അറിയാനായിരിക്കും ഡോക്ടർ ഇത്രയും ചോദിച്ചത് സാറിനോട്. അസറ്റാനിഡിയത്തിന് വല്ല പങ്കുണ്ടോ എന്നുള്ളത്. പിന്നെ അസറ്റാനിഡിയത്തിന് പങ്കുണ്ട്. അസറ്റാനിഡിയത്തിന്റെ പങ്ക് ഞാൻ പറഞ്ഞില്ല. അവർക്ക് ലിവർ പതോളജി വേണം, സ്പ്ലീനോമിഗാലി വേണം, ക്രോണിക് ഡയബറ്റിക് ആയിരിക്കണം. അല്ല, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ? ഇല്ല, അവർക്ക് ലോ പ്രഷറാ. ലോ പ്രഷറാണ്. അപ്പൊ അസറ്റാനിഡിയൻ സ്കോപ്പ് ഉണ്ട് ഡോക്ടറെ. അസറ്റാനിഡിയൻ 0.3 മേടിച്ചിട്ട് ഒരു 15-20 ദിവസം കൊടുത്തിട്ട് നമ്മുടെ അതിന്റെ ഒരു പിന്നെ CBC നോക്കുക, സ്റ്റാറ്റസ് നോക്കുക. RBC കൂടുന്നുണ്ടെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ഒരു പെരിഫറൽ സ്മിയർ കൂടെ ചെയ്യണം. അപ്പൊ ഒരു ഗുണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ആ കേസ് സക്സസ് ആക്കിയിട്ട് ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പം ഒരു അലോപ്പതി ഡോക്ടർക്ക് റെഫർ ചെയ്യുകയോ, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായി ആശുപത്രി പോയി കഴിഞ്ഞാൽ ഡോക്ടർക്ക് അവിടുത്തെ ഡോക്ടറോട് വിളിച്ച് പറയാം, ഡോക്ടറെ 3 മാസം മുമ്പ് എൻ്റെ അടുത്ത് വരുമ്പം പെരിഫറൽ സ്മിയർ ഇങ്ങനെയായിരുന്നു, അതിനകത്ത് അപ്പിനിയ ഉണ്ടായിരുന്നു, എർത്രോസൈറ്റോപീനിയ ഉണ്ടായിരുന്നു, ഞാൻ ട്രീറ്റ് ചെയ്തതാണ്, റെഡിയായത്, ലിവർ ഫംഗ്ഷൻ ഒന്ന് കുറവായിരുന്നു, ഇപ്പൊ നൗ ഷീ ഈസ് ഓക്കെ. സോ ഈ കണ്ടീഷനിൽ അങ്ങനെയാണ് നമ്മൾ ചേരുന്നതെന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിനെ ആ ഡോക്ടർ അപ്പോഴത്തെ അക്യൂട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും വിത്ത് റെഫറൻസ് ലെറ്റർ. അതാണ് നമ്മുടെ അച്ചീവ്മെന്റ്.
അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ആകുവാണെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ഭയങ്കരമായിട്ട് ഉയരും. ഇപ്പൊ ഒരു മോഡേൺ മെഡിസിനിലെ ഡോക്ടർ ചെയ്യണ പോലെയൊക്കെ നമുക്ക് നമ്മുടെ ചേംബറിൽ ചെയ്ത് റെഡിയാക്കാനും പൊതുജന മധ്യത്തിൽ നമുക്ക് നമ്മുടെ അപ്രോച്ച് ശരിവെക്കാനും ഒക്കെ ഉള്ള ഒത്തിരി സാധ്യതകളുണ്ട്. ഓക്കെ ഡോക്ടറെ, ഓക്കെ, താങ്ക് യു സാർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ വിളിച്ചാൽ മതി ഡോക്ടർ. ഓക്കെ. ദെൻ അസറ്റാലിഡിയത്തിനെ പറ്റി ഇനി ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കട്ടെ ശൈല ഡോക്ടറെ. ആരും ഹാൻഡ് റൈസ് ഇല്ലെന്നില്ല. ചെയ്തിട്ടില്ല ഇനി. അപ്പൊ ഉണ്ടെങ്കിൽ അവര് ഹാൻഡ് റൈസ് ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് അതിലേക്ക് പോവാം. അതുവരെ സാറ് ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മുടെ അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എമർജൻസി മെഡിസിൻ ആണ് ബാസിലസ് പ്രോട്ടസ്. ബാസിലസ് മെഡിസിനിൽ നമ്മൾ ബാസിലസ് ഗർട്ടിനർ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ ഡിസീസിൽ അതിനുള്ള അത്ഭുതകരമായ ആന്റിജനിൽ ഡിപ്രഷൻ്റെ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബാസിലസ് പ്രോട്ടസ് എന്ന് പറയുന്ന ബാസിലസ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു വേറൊരു അത്ഭുത മരുന്നിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതും ഒരു സ്പാസ്മോഡിക് മെഡിസിനാണ്. ഇതിന്റെ സ്പാസ്മോഡിക് ആക്ഷൻ എൻ്റർലി ഡിഫറൻ്റ്. ഇത് കൂടുതലും ആർട്ടറിയിൽ സ്പാസ്മോഡിക് റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ്. അപ്പൊ റേമൺസ് ഡിസീസ് പോലുള്ള, റേമൺസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാസം ഇൻ small blood vessels in the finger or toes leads to symptoms like pallor of skin, coldness, pain and needle sensations. Lasts around 15 minutes. കുറച്ചു നേരം നമ്മൾ ഇപ്പൊ കയ്യിലൊക്കെ റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് കുറച്ചു നേരം നിന്ന് കഴിഞ്ഞിട്ട് ബ്ലഡ് സർക്കുലേഷൻ സ്റ്റാഗ്നേഷൻ ഉണ്ടായി കഴിയുമ്പം, ഇപ്പൊ നമ്മൾ കുറെ നേരം കാല് മടക്കി പ്രയറിനൊക്കെ ഇരിക്കുമ്പം അപ്പുറത്തോട്ടുള്ള ഭാഗം മരവിച്ച് തണുത്ത് സൈനോസ്ഡ് ആയി പോകുന്ന പോലുള്ള ഒരു കണ്ടീഷൻ, അങ്ങനെ അത് ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു വീനസ് ഡിസീസ്, സ്മോൾ ബ്ലഡ് വെസൽസിൽ ആർട്ടീരിയൽ ഡിസീസ് ആണ് റേമൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അത് ടെക്നിക്കലി ആ വേർഡ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഡയഗ്നോസ് ചെയ്തിട്ട് CT-യിലൊക്കെ തരണം. ഡോപ്ലർ സ്റ്റഡി വീനസ് നമ്മൾ എഴുതുമ്പോൾ കിട്ടുന്നത് അതായിരിക്കും. പക്ഷെ അതിനകത്തുള്ള പ്രതിഭാസം അതാണ്, അതിന്റെ അണ്ടർലൈങ് പതോളജി അതാണ്. അപ്പൊ ആ സ്പാസം ഓഫ് ബ്ലഡ് വെസൽസ് ലീഡിങ്സ് ടു സിവിയർ പെയിൻ, ക്ലോണിക്കേഷൻ എന്നൊക്കെ പറയുന്ന പ്രതിഭാസം നമ്മൾ അതില് പിന്നെ ബാസിലസ് പ്രോട്ടസിന്റെ പ്രത്യേകത, അവർക്ക് നടക്കാൻ പറ്റത്തില്ല, ഇരിക്കുമ്പോൾ കുഴപ്പമില്ല, അല്ല നിൽക്കാൻ പറ്റത്തില്ല, നടക്കുമ്പോൾ മൂവ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് നടക്കാം, പക്ഷെ ഒട്ടുപോലും നിൽക്കാൻ പറ്റത്തില്ല. കാര്യം ആ ക്ലോട്ട് അനങ്ങുമ്പോൾ ബ്ലഡ് ഫ്ലോ പ്രൊമോട്ട് ചെയ്യും. ബ്ലഡ് ഫ്ലോ സ്റ്റാഗ്നേറ്റ് ചെയ്യുമ്പോൾ ഈ രക്തക്കൊള്ളിൽ സ്പാസം ഉണ്ടാകും. അതാണ് ബാസിലസ് പ്രോട്ടസ്. അത് വലിയ പതോളജിക്കൽ ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാക്കുന്ന കാര്യമാണ്. സ്പാസ്മൊക്കെ റിസംബ്ലിങ് ഇൻ റേമൺസ് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ വരെ. ഫോർ എക്സാമ്പിള് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ പറത്തില്ല, പലപ്പോഴും സ്ട്രോക്ക് ഉള്ളത് അക്യൂട്ടായിട്ട് വരാം, കാർഡിയാക് ഡിസീസ് കൊണ്ടുള്ള സ്ട്രോക്ക് വരാം. അപ്പൊ കാർഡിയാക് ഡിസീസ് കൊണ്ടുള്ള സ്ട്രോക്കിൽ നമ്മൾ കാണുന്നത് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വരുമ്പം അതിനകത്ത് കൂടുതൽ ബ്ലഡ് ഇജക്റ്റ് ചെയ്ത് അയോർട്ടയിലായിട്ട് പോയതിന് ശേഷവും കുറേശ്ശെ ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കുകയും ആ ബ്ലഡ് ക്ലോട്ടായിട്ട് സെറിബ്രൽ മേലോട്ട് പോകുന്ന നമ്മുടെ ബ്രെയിന് സെൽഫ് ചെയ്യുന്ന ആർട്ടറിയിലൂടെ കൂടിയിട്ട് സ്ട്രോക്ക് ഉണ്ടാക്കാൻ, സ്ട്രോക്ക് ഉണ്ടാക്കുന്നതിന് ജസ്റ്റ് മുമ്പുള്ള സ്പാസ്മോഡിക് പെയിൻ ഇൻ നെക്ക് മസിൽസ്, പെയിന്റിങ്, നംനസ്, സൈനോസിസ്, കണ്ണു കാണാൻ പാടില്ലാതെ വരിക, അങ്ങനെയുള്ള ഒരു ടോക്സിമിക് സിംപ്റ്റംസ് ഡെവലപ്പ് ചെയ്യുമ്പം അത് സ്ട്രോക്ക് ആണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരു ഡോക്ടർക്കാണെങ്കിൽ അവരെ ഒരു ഡോസ് ബാസിലസ് പ്രോട്ടസ് കൊടുത്താൽ വിതിൻ ഷോർട്ട് ടൈം, നേരത്തെ നമ്മൾ അസറ്റാലിഡിയം പറഞ്ഞതുപോലെ ഒരു ആന്റി ക്ലോപ്ലെറ്റ്, അലോപ്പതി കുട്ടുന്ന എപ്പാരൻ ഗ്രൂപ്പാണെന്ന് എനിക്ക് തോന്നുന്നു, പെട്ടെന്ന് 1800 രൂപ വിലയൊക്കെയുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആ സ്പാസം മാറി ആ ക്ലോട്ട് മെൽറ്റ് ചെയ്ത് പോകും.
ആ ഒരു എഫക്റ്റ് ഉള്ള ഒരു മെഡിസിനാണ് ബാസിലസ് പ്രോട്ടസ്. ബാസിലസ് പ്രോട്ടസിന്റെ ഒരു പതോളജി പറയുന്നത് ഈ വിഷമം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അവരറിയാതെ മൂത്രമൊഴിച്ച് പോവും, മലം പോവും, അവർ ഓടി വന്ന് കട്ടിലിലോട്ട് വീണ് അല്ലെങ്കിൽ ആശുപത്രി പോകണമെന്നുള്ള കരഞ്ഞ് അല്ലെങ്കിൽ അടുത്തുള്ളവരെ കെട്ടിപ്പിടിച്ച് പെയിന്റ് ചെയ്ത് താഴെ വീഴുന്ന ഒരു പതോളജിക്കൽ എൻഡ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സാധനമാണ് പ്രോട്ടസ്. Cardiac, peripheral nervous system, circulation, claudiation, sudden onset of symptoms, edema, angioneuritic edema with unconsciousness, total brain damage due to the stroke. അപ്പൊ ഈ കണ്ടീഷനിലുമൊക്കെ നമുക്ക് ഒരു സ്റ്റിമുലേഷൻ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു നല്ല മെഡിസിനാണ് ബാസിലസ് പ്രോട്ടസ്. ടോട്ടലി ബ്രെയിൻ പെട്ടെന്ന് മരവിച്ചു പോവുക, പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ സസ്പെക്ട് ചെയ്യുക, അബോധാവസ്ഥയിലാകുക, കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുക. ഇപ്പൊ നമുക്ക് സ്ട്രോക്ക് ആണോ, കാർഡിയാക് അറസ്റ്റ് ആണോ, ബ്രെയിൻ സ്റ്റെമ്മിൽ ഒന്ന് കുഴപ്പമാണോ, ബ്രെയിൻ ഡിസീസസ് ആണോ, പെട്ടെന്ന് ഒരു അക്യൂട്ടായിട്ട് വരുന്ന കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലുവർ എന്നൊക്കെ പറയുമ്പം അതിന് കുറെ പൾസ് റേറ്റ് കുറയും, ഹാർട്ട് റേറ്റ് കുറയും, പ്രഷർ കുറയും. ഈ ഒക്കെ കണ്ടീഷനിലും ഈ പ്രോട്ടസ് പറയുന്നുണ്ട്. 2 ഡോസ് പ്രോട്ടസ് തെറാപ്പി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു വലിയ കാർഡിയാക് സ്റ്റിമുലന്റ് കൊടുക്കുന്ന പോലെ, ഒരു ആന്റി ക്ലോപ്ലെറ്റ് മെഡിസിൻ കൊടുക്കുന്ന പോലെ, ക്ലോട്ട് പ്രിവെന്റ് ചെയ്യാൻ കൊടുക്കുന്ന പോലെയുള്ള ഒരു എഫക്റ്റ് ഈ പ്രോട്ടസിന് ഉണ്ടെന്നാണ് തെറാപ്യൂട്ടിക്സിൽ പറയുന്നത്. വിൽ ത്രോ എനിത്തിങ് അറ്റ് ഹാൻഡ് ആൻഡ് റൺ അവേ ആൻഡ് പുഷിങ് അതേഴ്സ്. നമ്മൾ ഇരിക്കുന്ന പാട്ടിലാണെങ്കിൽ അവിടെ നിൽക്കുന്നവരൊക്കെ ഇട്ടിച്ച് മാറ്റി ഓടി കയ്യിലിരിക്കുന്നൊക്കെ ചുടുപ്പൊക്കെ ഊരിക്കളഞ്ഞ് വസ്ത്രം പോയാലും അറിയാതെ പോയി അലച്ചുതല്ലി വീഴും, അല്ലെങ്കിൽ അടുത്തുള്ള നിയറസ്റ്റ് ഹെൽപ്പിംഗ് സ്റ്റേഷനിലോ വീട്ടിലോട്ടോ പോയി. അത്രയും ഒരു ആൻസൈറ്റി വിത്ത് ഫിയർ, ഒബ്സ്ട്രക്റ്റീവ് ഫീലിംഗ്, സ്പാസ്മോഡിക് കൺജഷൻസ്, സ്പാസ്മോഡിക് പെയിൻ, ഒരു ആർസനിക്കിന്റെ ഒക്കെ ടോപ്പ് ലെവൽ ഒരു ആൻസൈറ്റി, മോസ്കസിന്റെ പോലുള്ള ഒരു കൺജഷൻ ഓഫ് ആൻസൈറ്റി ഇൻ ദ ചെസ്റ്റ് ലീഡിങ് ടു സ്വെറ്റ്, പെയിന്റിങ്, കാംഫറിന്റെ വയറ്റിളക്കം, ഇതെല്ലാം ഈ ഇത്രയും മെഡിസിന്റെ കൂടെ ഒന്നിച്ച് ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. അതിന്റെ കൂടെ എന്താ, ഹെമാറ്റമസിസ് ഉണ്ടാകാം. പെട്ടെന്ന് ഈ കൺജസ്റ്റീവ് ഫെയിലുവർ വരുമ്പോൾ അതിന്റെ കൺസേൺ സിസ്റ്റം ഫെയിലുവർ പോലെ ഹാർട്ട് ഡിസീസിലൊക്കെ ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്ന ഒരു സിനിമയിലൊക്കെ കാണത്തില്ല, ആദ്യം ബ്ലഡ് ഛർദ്ദിച്ചിട്ട് ഇങ്ങനെ വീണ് മരിച്ചു പോകണമില്ല. ആ ബ്ലഡ് ശരിക്കുന്നൊക്കെ ആ അവസ്ഥയിൽ നമുക്ക് പ്രോട്ടസ് ഒരു ഡോസ് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ പേഷ്യന്റിന് സർവൈവ് ചെയ്യിക്കാൻ പറ്റുമെന്നാണ് പ്രോട്ടസ് പ്രൂവിംഗിൽ പറയുന്നത്. സഡൻ ഓൺസെറ്റ് ഓഫ് ഹെമാറ്റമസിസ് മലീന വിതൗട്ട് എനി പെർമനന്റ് കോസ്. നമ്മളെ അടുത്ത് വരുവാണ്, പെട്ടെന്ന് ഒന്നുമില്ല, കാര്യമൊന്നുമില്ല, പക്ഷെ ഇന്നലെ രക്തം ഛർദ്ദിച്ചു, അദ്ദേഹത്തിന് അസുഖമൊന്നുമില്ല, സിഗരറ്റ് വലിക്കത്തില്ല, പ്രഷറില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോട്ടസ് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് പതോളജി കണ്ടെടുത്താൽ മതി. ഇപ്പൊ പതോളജി കണ്ടുപിടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ അതൊരു മീഡിയം മെഡിസിന്റെ ചേംബറിലാണെങ്കിൽ യു ഗെറ്റ് ബെറ്റർ ട്രീറ്റ്മെന്റ് ഫ്രം ദ ലാസ്റ്റ് ഡോക്ടർ എന്ന് അവർ എഴുതി വെക്കും, അല്ലെങ്കിൽ അവർ പറയും പേഷ്യന്റ്. അപ്പോഴും നമുക്ക് ക്രെഡിറ്റ് ഉണ്ടാവും. കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലുവർ, റൈമേഴ്സ് ഡിസീസ്, വേരിക്കോസ് അൾസേഴ്സ്, വേരിക്കോസ് വെയിൻ, ഡീപ് വെയിൻ ത്രോംബോസിസ്, സെർബൽ സ്ട്രോക്ക്, ബ്രെയിൻ സ്റ്റം ഡിസീസ് ഓഫ് ദ സെർബ്രം അല്ലെങ്കിൽ സെർബെല്ലം, CP ആംഗിൾ ട്യൂമർ, അങ്ങനെയൊക്കെയുള്ള കേസസിലാണ് എനിക്ക് ഈ മരുന്ന് കൊടുത്തിട്ടുള്ള അനുഭവം. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ വേറെ മെഡിസിൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട്, അക്യൂട്ട് കണ്ടീഷൻ സർവൈവ് ചെയ്ത് പോയിട്ടുള്ളത് കൊണ്ട് ആ അവസരത്തില് മറ്റു മെഡിസിനാണോ ഇതാണോ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്ന അറിഞ്ഞു. പക്ഷെ ആ പേഷ്യന്റിന് സർവൈവ് ചെയ്ത് വർഷങ്ങളോളമായിട്ട് നമ്മുടെ കൂടെ നിർത്താൻ ഈ ബാസിലസ് പ്രോട്ടസിന്റെ ഉപയോഗം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ്
നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഇത് രണ്ടും അക്യൂട്ട് എമർജൻസീസിലുള്ള മെഡിസിൻസ് ആണ്. ഹോമിയോപ്പതിയുടെ കാഷ്വാലിറ്റിയിൽ നമുക്ക് ഇത് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി ഗുണങ്ങളും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിന്റെ കൂട്ടത്തില് നമുക്ക് ഒരു ബ്രെയിൻ ഡിസീസ് വിത്ത് ഇൻഫാർട്ട് പെയിൻ ഈ ബ്രെയിൻ സ്ട്രോക്ക് ഉണ്ടാകുമ്പം പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 2 മരുന്നാണ് ഞാൻ പറഞ്ഞ അസറ്റാനിഡിയ ഒന്ന്, 2 പിന്നെ പ്രോട്ടസ്, ബാസിലസ് പ്രോട്ടസ്. അക്വണേറ്റ് നല്ല മെഡിസിനാണ്. അത് സഡൻ ആൻഡ് ഹൈ പൾസ് ആണെങ്കിലാണ് സ്ട്രോക്ക് പെയിനിൽ അക്വണേറ്റ് വരുന്നത്. സ്ലോ പൾസും പെയിന്റിങ്ങും ആണെങ്കിൽ പ്ലംബമെറ്റ് ആണ് സെക്കൻഡ് മെഡിസിൻ. അതിൻ്റെ കൂടെ ശ്വാസം മുട്ടലുണ്ടെങ്കിൽ ആഴ്സനിക് ആൽബ. ആങ്സൈറ്റി ഇല്ല, പെയിനും ഇല്ല, പക്ഷെ ശ്വാസം മുട്ടൽ മാത്രമാണെങ്കിൽ ആസ്പിഡോസ്പെർമിയാണ്. ഹൈപ്പോടെൻഷനും ബ്രീത്ത്ലെസ്നെസ്, നമുക്ക് ശ്വാസം മുട്ടലുണ്ട്, പ്രഷർ കുറഞ്ഞു പോകുന്നു, പെയിനിങ് ഉണ്ട്, ഫാൻ വേണം, തണുത്ത വെള്ളം കുടിക്കാൻ ഇഷ്ടം, കാർബോവിജ. ഹൈപ്പർ ടെൻഷനും ബ്രീത്ത്ലെസ്നെസ്സും ചെസ്റ്റ് പെയിനും കൂടെ ഉള്ള പെയിന്റിംഗ് ആണെങ്കിൽ അക്വണേറ്റം ഫെറോസ്. പൾമിനറി ഓർ പോർട്ടൽ ത്രോംബോസിസ് വിത്ത് ബ്രെത്ത്ലെസ്നെസ് ഉണ്ട്. പൾമിനറി ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരു കേസസിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ബ്ലഡ് വൊമിറ്റിംഗ് ഉണ്ട്. അതിനകത്ത് പണ്ടൊരു ത്രോംബോസിസ് വന്നിട്ട് ട്രീറ്റ് ചെയ്തുള്ള ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രസന്റ് ത്രോംബോസിസ് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മുടെ പരിധിക്ക് അപ്പുറമായതുകൊണ്ട് സേഫായിട്ടുള്ള ഒരു മെഡിസിനാണ് അസെറ്റനാബുലം. കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റിനെ വിട്ടാല് പേഷ്യന്റ് സർവൈവ് ചെയ്യും. നമ്മൾ ചെയ്ത ഡോക്ടറെ അപ്രീഷിയേറ്റും ചെയ്യും. ഇപ്പൊ ഇന്ന് മൾട്ടി ലെവൽ സിസ്റ്റം ഫെയിലുവർ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഞാൻ പ്രസന്റ് ചെയ്തത്. ഇതിനെപ്പറ്റി സംശയമോ അതുമായിട്ട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള സംശയങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ആൻസർ പറയാൻ പറ്റും. ഓക്കെ സാറേ. എന്തായാലും ഇപ്പോ സാറ് ലാസ്റ്റ് പറഞ്ഞ പോലെ മൾട്ടി ലെവൽ സിസ്റ്റം ഫെയിലിയർ ആയിട്ട് എമർജൻസി സിറ്റുവേഷനിൽ നമ്മളടുത്ത് വന്നാൽ ഒന്നുമില്ല, എമർജൻസി ആയിട്ട് നമുക്ക് കൊടുത്ത് വിടാൻ പറ്റിയ 2 മെഡിസിനുകളെ കുറിച്ചാണ് സാറിന്ന് നമുക്ക് പറഞ്ഞു തന്നത്. ഇതിലെന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിന് പറയാം, ഹാൻഡ് റൈസ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. തീർച്ചയായിട്ടും നമുക്ക് സൽപ്പേരുണ്ടാക്കി തരുന്ന ഫെയിലുവറായ പോട്ടെ, പക്ഷെ നന്മ കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരിയേറെ സൽപ്പേരുണ്ടാക്കി തരുന്ന, അത് മാത്രമല്ല നമുക്കൊരു പേഷ്യന്റിനെ രക്ഷിച്ച് ചാരിതാർത്ഥ്യം ഉണ്ടാകുന്ന, നമ്മൾ ഈ പ്രൊഫഷൻ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി തരുന്ന 2 മെഡിസിനാണ് നമ്മളിന്ന് പഠിച്ചത്. നിസ്സാരക്കാരെല്ലാവരും അത് എല്ലാവരും പഠിച്ചിട്ട് നമ്മുടെ എമർജൻസിയിൽ, നമ്മുടെ ഡിസ്പെൻസറിയിൽ റെയർ മെഡിസിൻ ആണെങ്കിലും വില ഒത്തിരി ഉള്ളതല്ല. അതിൻ്റെ 3x 03 04 30 200 ഒക്കെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞ അതല്ലാതുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇപ്പൊ നമ്മളൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി കുറെ സിസ്റ്റം മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അത് ബോർക്കിലുണ്ട്. നമ്മൾ വൃത്തിയായിട്ട് അത് പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിഹൗ സംശയമോ അല്ലെങ്കിൽ ഭദ്രൻ ഡോക്ടറെ മിണ്ടുന്നില്ലല്ലോ, ചോദിക്ക്. അങ്ങയുടെ അറിവിലോ അനുഭവത്തിലോ അസറ്റാനിഡിയം കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ? ഡോക്ടറെ ഇനി അഡ്മിറ്റ് ചെയ്തേ ഡോക്ടറെ, ഭദ്രൻ ഡോക്ടറെ. പിന്നെ ഇതില് പറയാന്ന് വെച്ചാൽ ഞാൻ ഈ അസറ്റെല്ലാം ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാന് ബാക്കിയുള്ള മെഡിസിൻസ് ആർണിക്ക, ബോത്രോപ്സ്, മെഡിസിൻസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി അഭിപ്രായം പറയാനൊന്നും ഓർത്തില്ല. അതുകൊണ്ട് തന്നെ പഠിച്ചാൽ മതി. ഇപ്പൊ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ ഒരു കാർഡിയാക് വിദഗ്ധനാണല്ലോ ട്രിവാൻഡ്രത്ത്. അപ്പൊ ഇതിന്റെ ഒരു അഡിക്ഷൻ കൂടെ ആകുമ്പോ കുറെ കൂടെ കോൺഫിഡൻസ് വരും. നാളെ രാവിലെ ഡോക്ടർ ഒന്നുകൂടെ വിളിച്ച് ഉപദ്രവിക്കും.
അതല്ല, അതൊരു രസമുള്ളതല്ലേ, അത് രസമുള്ളതല്ലേ. ഭദ്രൻ ഡോക്ടർ കാർഡിയക് ഫെയിലർ ഉള്ള കേസുകളൊക്കെ വരാറുണ്ടോ ഡോക്ടർക്ക്? വരാറുണ്ട്. ആ, അദ്ദേഹത്തിന് എന്താ? അദ്ദേഹത്തിന്റെ അത്ര അനുഭവ സമ്പത്ത് അക്കാര്യത്തിലുള്ളവര് ഒരു ഹോമിയോ ഡോക്ടറും കാണില്ല. കാര്യം സ്വന്തം കേസ് സ്വന്തം കൈകൊണ്ട് ചെയ്ത് രക്ഷപ്പെട്ട ആളാ. അത് ശരി. സാർ എന്നിട്ട് അല്ലെ ഭദ്രൻ ഡോക്ടർ ഇതുവരെ നമുക്ക് അനുഭവങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ലല്ലോ. അല്ല, പറയാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. എനിക്ക് ഹാർട്ട് ഫെയിലിയറിന്റെ കേസ് 1-2 കേസ് വളരെ മാജിക് പോലെ ക്യൂർ ആയിട്ടുണ്ട്. രക്ഷപ്പെട്ട് മരിച്ചുപോയ ആള് റിവൈവ് ചെയ്ത് തന്നിട്ടുള്ള പോലെ ഉണ്ട്. അങ്ങനെ കുറെ എനിക്ക് 2-3 കേസ് അങ്ങനെ പറയാനുണ്ട്. 3-4 കേസുണ്ട്. സാറ് ഒരു അസുഖം കാര്യം ചെയ്യണം, ഈ കേസുകളെല്ലാം ഒന്ന് നമ്മളെ ഒന്ന് കണക്ട് ചെയ്ത് എല്ലാം കൂടി ഒരു ദിവസം ഒന്ന് പറഞ്ഞു തരണം. പറയാം, അല്ല തീർച്ചയായും. ഡോക്ടറെ, ഈ ഹോമിയോ ഡോക്ടർമാർക്കുള്ള ഒരു ദോഷം അത് അങ്ങോട്ടെല്ലാം മേടിച്ചു വെക്കും, അങ്ങോട്ടൊന്നും കൊടുക്കത്തില്ല. ഇപ്പൊ പതിനും ഞാൻ പോലെ ഇത്രയൊക്കെ കേസുള്ള അതാണ്. ആളുകൾ വല്ലപ്പോഴും ഒക്കെ നമുക്കൊക്കെ തരണ്ടേ അല്ലേ? വളരെ തിരക്കുള്ള ഒരു പ്രാക്ടീഷണർ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സാറ് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഡിഫൻസുകളൊക്കെ തരണ്ടേ, നമുക്കും അത് തരണ്ടേ? തന്നെ കുട്ടൻസ് ഒക്കെ ഞങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരണം. ഒരു ക്ലാസ് ഭദ്രൻ ഡോക്ടറൊക്കെ ആയിട്ട് മാറ്റി വെക്കുകയാണ്. ധനേഷ് ഡോക്ടർ കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാര്യം എടുക്കാൻ മത്സരം പിടിക്കാൻ ഡോക്ടറുടെ വാലിൽ കെട്ടിയിട്ട് അടിക്കാൻ ഞാനില്ല. അതൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടെ മത്സരിക്കേണ്ട, രണ്ടുപേരും വിദഗ്ധന്മാര് തന്നെ. അങ്ങനെയൊന്നുമില്ല, ഇവിടെ വൈദഗ്ധ്യമൊന്നും ഇല്ല. നമ്മള് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചിലപ്പോ കൊച്ചു ഡോക്ടർമാരോടൊക്കെ ഒരു തിരുത്തു കൊടുക്കുന്നത് ഒരിക്കലും ഒരു ചെറുതാക്കാനല്ല, അല്ലെ? കുറച്ചുകൂടെ നല്ലപോലെ തുടങ്ങിയ ചികിത്സയുടെ ആ ഒരു വർഷം അങ്ങോട്ട് എക്സ്പീരിയൻസ് കൂടുന്തോറും ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഭദ്രൻ ഡോക്ടർ ക്ലാസ് ഞങ്ങൾ താമസിയാതെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. 2 മെഡിസിനാണ് സാർ പറഞ്ഞെങ്കിലും അത് എവിടെയെല്ലാം പ്രയോഗിക്കാം എന്നുള്ളത് നമുക്കിന്ന് മനസ്സിലായി. അപ്പോൾ നല്ല ഒരു ക്ലാസ് എടുത്ത മൗസൂൻ പണിക്കർ സാറിന് നന്ദി പറയുന്നതിന് ഭദ്രൻ ഡോക്ടറെ തന്നെ ക്ഷണിക്കുക. നമ്മുടെ ഡിസ്പെൻസറിൽ അക്കോണേറ്റ് ഉണ്ടോ? ആ സ്ഥാനത്ത് ഇതിന്റെ രണ്ടും കൂടെ വെക്കേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യാം. ഓക്കെ. സോയായിപ്പൻ ഡോക്ടറെ എന്തുണ്ട്? വലിയ അക്ഷരത്തിൽ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, ശബ്ദമില്ല, മിണ്ടുന്നില്ല ആരും അല്ലേ? അല്ല, മ്യൂട്ട് ചെയ്യാം. സോയായിപ്പൻ ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്യാമോ? അതെ, ഞാൻ ആദ്യം വിട്ടതായിരിക്കും. ആദ്യം മ്യൂട്ടായി പോയപ്പോ വിട്ടതായിരിക്കും. ഞാനിപ്പോ ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. ഒന്നും പറഞ്ഞില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അല്ലെങ്കിൽ സോയായിപ്പൻ ഡോക്ടറെ തന്നെ നന്ദി പറയുന്നതിന് സോയായിപ്പൻ ഡോക്ടറെ തന്നെ ക്ഷണിക്കുക. പിന്നെ സാറിന് നന്ദി പറയുന്നത് എനിക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് പറഞ്ഞാൽ തീരില്ലാത്ത നന്ദിയാണ് സാറേ. സത്യം പറഞ്ഞാല് ഞങ്ങളൊക്കെ അടിസ്ഥാനമായിട്ട് പഠിക്കാൻ ഞങ്ങൾക്ക് ഒന്നും ചാൻസ് കിട്ടിയിട്ടില്ല. ഞങ്ങള് മെറ്റീരിയൽ വഴിക്ക് വായിച്ച് കുറെ മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാണ്ട് അടിസ്ഥാനമായിട്ടുള്ള പലതും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ കേസുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ചേറ്റാനിക്കര അടുത്ത് പുത്തുംകുരിശ് എന്ന് പറയും. ഞങ്ങളിപ്പം അതിന് ഈ ദുഃഖം അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു 12 ക്ലാസ് എല്ലാ മാസവും ഫസ്റ്റ് സൺഡേയില് 2 to 5 ഞങ്ങളുടെ ആലപ്പുഴയുള്ള കേന്ദ്രത്തിൽ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഫസ്റ്റ് സൺഡേ മയാസമായിരുന്നു. ഇത്തവണ സ്റ്റഡി ഓഫ് ലങ് വിത്ത് എക്സ്റേ ആണ്. ഡോക്ടർ സായിലാൽ DM ആണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അക്യൂട്ട് എമർജൻസി ഓഫ് ആസ്മ ഡോക്ടർ ലക്ഷ്മിയാണ്. പിന്നെ മയാസ്മാറ്റിക് ഡിഫറൻസ് വെച്ചിട്ടുള്ള ഹോമിയോപ്പതി, സൈക്കോട്ടിക് ആസ്മ എങ്ങനെ, സിഫിലിറ്റിക് ആസ്മ എങ്ങനെ, ട്യൂബർക്കുലർ ആസ്മ എങ്ങനെ, അത് ഒരു വിലപ്പത്തമാണ്. ഞങ്ങളുടെ 50 കൊല്ലത്തെ അനുഭവ സമ്പത്തും പിന്നെ അതിന്റെ ആധികാരിക വിവരമുള്ള ഈ ഡോക്ടർ സായിലാലിന്റെ ഒരു ഹെൽപ്പൊക്കെ കൂടെ ഞങ്ങൾ അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. ചോറ്റാനിക്കരയിൽ നിന്ന് ഡോക്ടർക്ക് വരാൻ ഡോക്ടർ താര വരുന്നുണ്ട്, അവരുടെ കൂടെ വേണേ വരാം. ഒരു വലിയൊരു ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, അത്രയും ആധികാരികമായിട്ട് സിസ്റ്റം ബൈ സിസ്റ്റമായിട്ട് കമ്പാരിറ്റീവ് മെറ്റീരിയൽ മേടിക്കുക എടുക്കണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിപ്പോ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. ഡോക്ടർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിളിച്ചാൽ ഞാനൊരു ലിങ്ക് ഇട്ട് തരാം. എല്ലാ ഇംഗ്ലീഷ് മാസത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് സൺഡേ. ഓൺലൈനാണോ സാറേ? ഓഫ്ലൈനാണ്. ഓൺലൈനാന്ന് അത്രയും കൊടുക്കത്തില്ല ഡോക്ടറെ. മറ്റേ ആകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
പിന്നെ വിവരങ്ങളൊക്കെ നിങ്ങൾ ആർജിക്കുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പൊ ഓരോ സെന്ററിൽ നമുക്ക് അത്ര ആധികാരിക വിവരം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാക്ടീസ് കൂടും. ഒരു ചെറിയ സ്വാർത്ഥതയൊക്കെ അതിനകത്തുണ്ടല്ലോ. നമ്മൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്തൊരു സ്പെഷ്യൽ വിവരത്തോടുകൂടി ഒരു കേസ് ട്രീറ്റ് ചെയ്താൽ അതിന്റെ ഒരു സക്സസ് വരുമ്പോൾ 10 പേര് പറയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യും. അതിപ്പോ ആരോഗ്യകരമായ ഒരു മത്സര ബുദ്ധിയോടുകൂടി മെറ്റീരിയൽ മേടിക്കുക പഠിച്ചാലേ പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ മറ്റൊരാളിന് സാറേ. ദോഷം വന്നില്ലെങ്കിലും നമുക്ക് നന്മ വരണമല്ലോ. ഓക്കെ സോയ ഈ ഡോക്ടറെ തുടരാം. ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഒരു ഹൈപ്പർട്രോഫിയുടെ ആ, കാര്യം സാർ പറഞ്ഞില്ലേ, സ്ട്രോക്ക് വന്നൊക്കെ പറഞ്ഞോണ്ടേ, നമ്പനെസ് ഹെഡേക്ക് ഒക്കെ വന്നു. അതെ. അങ്ങനത്തെ ഒരു കേസ് എനിക്ക് വളരെ അടുത്തുള്ള ഒരു കൊച്ചിന് വന്നു. 30 വയസ്സേ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് വന്നിട്ടപ്പം എന്തോ ഒരു പ്രശ്നം നോക്കി ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞു അതിനോട്. അപ്പൊ അത് ഭയങ്കര ഡാൻസുകാരിയൊക്കെ. അപ്പൊ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അതിന്റെ എന്നെ കണ്ടിട്ട് പിന്നെ ഒരു ഓർത്തോയെ പോയി കണ്ടു. അപ്പൊ അവര് പറഞ്ഞ് ഡാൻസ് കളിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം എന്തോ ഫിസിയോതെറാപ്പി എങ്ങനെ ചെയ്തപ്പോ ഇത് ഒന്നുകൂടെ കൂടി. അപ്പൊ പിന്നെ അടുത്ത ഇച്ചിരിയും കൂടെ സീനിയർ ഓർത്തോപീഡിക്സിനെ കണ്ട്. അപ്പൊ അങ്ങേര് പറഞ്ഞു കളിച്ചോ കുഴപ്പമില്ലാന്ന്. പക്ഷെ കളിച്ചതിന് പിറ്റേ ദിവസം കൊച്ചിന് സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നപ്പോ 2.5 മാസത്തോളം മറ്റേ ആശമെഡിസിറ്റിയുടെ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ ആ കൊച്ചിന് ഇതേ സിംറ്റംസാ വന്നത് ഞാൻ ഓർക്കുന്നു. അതായത് ഹെഡേക്ക്. ഡോക്ടർ അന്നൊരു അസറ്റാലിഡിയം കൊടുത്തിരുന്നെങ്കിൽ, പക്ഷെ അസറ്റാലിഡിയം അറിയുമെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് അത് ഹെഡ് ചെയ്യും. അതാണ് അതിന്റെ ഒരു കോൺഫിഡൻസ്. മനസ്സിലായില്ലേ? എനിക്കറിയില്ല, നീ 2 മെഡിസിൻ എനിക്കറിയില്ലായിരുന്നു. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ കൂടുതൽ പഠിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മരുന്നും കൂടെ മേടിച്ച് വെച്ചാല് അത്തരം കേസസ് വരുമ്പോൾ ബാസിലസിനകത്തല്ലേ ആ ഒരു സിംറ്റം പറഞ്ഞത്, ലെഫ്റ്റ് വെൻട്രിക്കുലർ അല്ല ഹൈപ്പർട്രോഫി. ഇത് രണ്ടിനും ഉണ്ട് ഡോക്ടറെ, രണ്ടിനും ഉണ്ട്. ബാസിലസ് പ്രോട്ടസിനും ഉണ്ട്, അസറ്റാലിഡിയത്തിനും ഉണ്ട്. പക്ഷെ അസറ്റാലിഡിയത്തിന്റെ ബാസിലസിന്റെ തമ്മിലുള്ള ബേസിക് ഫണ്ടമെന്റൽ പതോളജി ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ വർണ്ണിച്ച് കേൾപ്പിച്ചത്. ഓക്കെ സോയ ഡോക്ടറെ, നമ്മളെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം 4 മിനിറ്റ് അധികമായി. ഞാൻ സാറിനോട് പിന്നീട് പറയാതെ. സാറിനെ വിളിച്ച് സംസാരിക്കാം. ക്ലാസ് സാറ് പറഞ്ഞത് എല്ലാരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതുമായിട്ട് ഇതിനകത്ത് വരാം. ഓക്കെ, ഞങ്ങൾക്കൂടെ ഓൺലൈനായി ദൂരെയുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാമായിരുന്നു. അതാണ് ഒരു ഒന്നാമത് ഈ 6 ദിവസത്തിന്റെ പറഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കിട്ടുമ്പോ നമുക്ക് വീട്ടിൽ ഒത്തിരി പ്രോബ്ലംസ് ആണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ വരാനൊരു. ഓക്കെ ഡോക്ടറെ, ഡോക്ടർക്കുള്ള നന്ദിയും കൂടെ പറയണേ. തീർച്ചയായിട്ടും സാറിന് എന്റെ പേരിലും IFBCന്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയും സാറിന്റെ ക്ലാസ് കേൾക്കണം എന്നൊക്കെ അത്രയും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൂടി മാറ്റി വെച്ച് ഓൺലൈൻ ക്ലാസ് കയറണം. അതുകൊണ്ടാണ്. എല്ലാവർക്കും നന്ദി. ഓക്കെ, നന്ദി സോയ ഡോക്ടറെ. അതുപോലെ സാറിന്റെ വളരെ മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന്. അതുപോലെ തന്നെ ഇനി ഭദ്രൻ ഡോക്ടറുടെ ഒരു ക്ലാസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എത്രയും വേഗത്തിൽ സാറും അതുപോലെ തന്നെ ഭദ്രൻ ഡോക്ടറും ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് നമുക്ക് ക്ലാസ്സുമായി എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.